ഈ ഭാഗത്ത് വേറൊരു മലയില്ല, ഒന്നുമില്ല. അത് മാത്രമാണ് ആകെയുള്ളൊരു മല. ശരിക്കും ഒരു പ്രകൃതിയുടെ ലീലാവിലാസമാണ് ഇതൊക്കെ എന്ന് വേണം പറയാം. ഇതൊരു രക്ഷയില്ലാത്ത സ്ഥലം. നോക്കുക, ഞങ്ങളിപ്പോ ആ മലയുടെ അടുത്തെത്തി. നോക്കി, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കത്തിച്ചിരിക്കായ വണ്ടി ഒരെണ്ണം ഇവിടെ തലകുത്തി മറിഞ്ഞു കിടക്കുന്നു. ദൈവമേ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. ഇങ്ങനെ ഭ്രാന്തുള്ള ആൾക്കാരോ? ഇവിടെ വെള്ളപ്പൊക്കമാണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ എല്ലായിടത്തും വെള്ളത്തിന്റെ പരിപാടിയാണ്. നോക്കി, എള്ളുണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ല, എള്ളുണ്ട. ഇവിടെ ഭയങ്കര മഴയായിരുന്നു. വരുന്ന വഴിക്ക് മൊത്തം മഴ. അടിപൊളി, അല്ല കിട്ടുന്ന വൈബ് കേട്ടോ. നീ ഇപ്പൊ മല കാണിച്ചേ, മഴ കാണുമോ? മല കാണും. ഗുഡ് മോർണിംഗ്. നമ്മൾ ഉള്ളൂര് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഉള്ളൂര് പോകുന്നത് എങ്ങനെയാണെന്നല്ലേ, വേറെ ഒരു വണ്ടിയില്ല, ഈ വണ്ടിയിലല്ല പറയാം. ഈ പെട്ടിയെല്ലാം അങ്ങോട്ട് എടുത്ത് വെക്കിട്ട്. ഇന്നലെ ഇവിടെ കുറേ മലയാളികളെ പരിചയപ്പെട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എൻ്റെ അമ്മോ, എത്ര ആൾക്കാരാണെന്നറിയാം ഇവിടെ. അതിനുശേഷം സുനീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ഇന്നലെ രാത്രി ഡിന്നർ. അയ്യോ, ഗംഭീര ഡിന്നറായിരുന്നു. വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് കിടന്നിറങ്ങി. രാവിലെ ഇപ്പോൾ ലേറ്റായി. നേരത്തെ പണം വിചാരിച്ചാൽ, പക്ഷേ ലേറ്റായി. അപ്പോൾ സുനീഷ് ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ ഇന്ന് എവിടെ പോകുന്നത്, ഊലൂര് പോകുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് ഈ വണ്ടി സുനീഷ് ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവിടാം. ഈ ആലിസ് സ്പ്രിങ്സ് എന്ന് പറയുന്ന സ്ഥലം മോസ്റ്റ് നൊട്ടോറിയസ് പ്ലേസ് ആണെന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ എന്തോരം വീഡിയോസ് ആണെന്നറിയോ. ഇത് അങ്ങനെയൊന്നും അല്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടാണ് എനിക്കത് മനസ്സിലായത്. അത് ഈ ഇവിടുത്തെ യൂട്യൂബേഴ്സ് കുറെ ആൾക്കാർ വന്നിട്ട് ഈ സ്ഥലത്തെ പറ്റി കുറെ നെഗറ്റീവ് ആക്കിയതാണ്. ഐ മീൻ, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, പക്ഷെ അതൊക്കെ ഇപ്പൊ കൺട്രോൾഡ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നൈസാണ് എന്നൊക്കെ പറഞ്ഞ ലൈക്ക് ഇവിടെ ഇപ്പം ലൈക്ക് എവറിത്തിങ് ഈസ് ഗുഡ് എന്നൊക്കെയാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ഞാനും അങ്ങനെ മോശമായിട്ടൊന്നും കണ്ടൊന്നുമില്ല. ലൈക്ക് ഞാനും കണ്ട കാര്യങ്ങളൊക്കെ നല്ല സംഭവങ്ങളാണ്. അങ്ങനെ ക്രൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവുമല്ലോ, ലൈക്ക് ക്രൈം നടക്കുന്നുണ്ടെന്നുള്ളത്. പിന്നെ എഴുതിയിരിക്കുന്നത് കുമരകംകാരനോ, കുമരകംകാരനൊക്കെ എഴുതിയിരിക്കുന്നത്. എനിക്ക് കുമരകംകാരൻ, NT ഔട്ട്ബാക്ക് ഓസ്ട്രേലിയ. അടിപൊളി. ഇത് 7 സീറ്റർ അല്ലേ? ഇത് പുതിയ പേരുണ്ടോ ആണോ? ഏയ്, ഇതെന്താ ഇത്? ഒരു ദിവസത്തേക്കല്ലേ നമ്മള് പോകുന്നത്? എന്റെ പിന്നെ ഞാൻ യാത്ര ചെയ്യുന്ന പെട്ടിയെന്ന് പറയാം. ഞാൻ അങ്ങനെ പോകാറില്ല അല്ലേ? ശരി. NSC ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തിന്റെ കവറിനത് പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് വേണേ കഴിക്കാമല്ലോ. പഴം ഫുഡില്ലേ? അപ്പൊ ഫുഡ് വേണോ? ഇത് ദോശ ഉണ്ടെന്ന് പറഞ്ഞേ. ദോശയല്ല, അപ്പമായിരുന്നേ. ഇന്നലെ കിടന്നപ്പോ ലേറ്റ് ആയില്ലേ? സാരമില്ല, നമുക്ക് പോകുന്ന എന്തിനും ചെയ്യാം. 500 കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്യാണ്. സുനീഷ് ചേട്ടന്റെ ഇവിടെ, കുമരകംകാരൻ. എന്നാ പരിപാടി ഇവിടെ? ഇവിടെ ഞാൻ മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് വർക്കർ. നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആണോ? ഇപ്പം അവരുടെ കൂടെ ജോലി ചെയ്ത് ഏകദേശം ഒക്കെ ആയെന്ന് തോന്നുന്നത്. അത് ശരി. അപ്പൊ നമ്മളൊരു വെറൈറ്റിക്ക് നമ്മൾ ഇന്ന് ഒരു എണ്ണം കൂടെ ചോദിക്കാം. നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് പോയാലോ? മറ്റേ വണ്ടി 4 വീൽ ഡ്രൈവാ. ഇതും 4 വീൽ ഡ്രൈവ് അല്ല. അവിടെ 4 വീൽ ഡ്രൈവ് കയറാൻ സ്ഥലമൊന്നും ഇല്ലല്ലേ? ചുമ്മാ എവിടെങ്കിലൊക്കെ ഇറക്കായിരുന്നു. വേണ്ട, ഞാൻ ഇതുവരെ എങ്ങും ഇറക്കിയില്ല റോഡിന്റെ പുറത്ത്. ഇവിടെ വന്നിട്ട് ഒരു ഓഫർ വണ്ടി തിരിച്ചു കൊടുക്കുന്നതിന് എന്നാ പിന്നെ ആയിക്കോട്ടെ, വിട്ടേക്കാം. അപ്പൊ ഇവിടെ നിന്ന് 500 കിലോമീറ്റർ സിമ്പിൾ. 5 മണിക്കൂർ വേണ്ട, 4-4.5 മണിക്കൂർ. പിന്നെ ചേട്ടൻ പറപ്പിച്ചു വിടുന്ന ആളാന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 മണിക്കൂറിലും വേണം എത്താം. നമ്മളിപ്പോ ഉണ്ടായിരുന്ന ഈ ആലിസ് സ്പ്രിങ്സ് എന്ന് പറയുന്ന സ്ഥലം ഓസ്ട്രേലിയയുടെ എക്സാക്ട്ലി മധ്യഭാഗത്തായിട്ട് വരും. ഓസ്ട്രേലിയയുടെ മാപ്പ് നോക്കുമ്പോൾ കാണാം, ഒരു സെൻട്രൽ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ആലിസ് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ഈ ആലിസ് സ്പ്രിങ്സ് നിന്ന് ഡാർവിനിലേക്കും അഡിലേഡിലേക്കും ഏകദേശം സെയിം ഡിസ്റ്റൻസ് ആണ്, 1500 കിലോമീറ്റർ വരും. ഞാൻ ഡാർവിനിൽ വന്ന് അഡിലേഡിലേക്ക് പോകുന്ന ആ റോഡ് നമ്മൾ ഇത്ര നേരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഡ്രൈവ് ചെയ്ത് വന്ന ആ റോഡിൽ കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഡൈവേഴ്ഷൻ എടുത്തിട്ടാണ് നമുക്ക് അയേഴ്സ് റോക്ക് അല്ലെങ്കിൽ ഉള്ളൂരു എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ ആലിസ് സ്പ്രിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഈ ഹ്യൂമിഡിറ്റി തീരെ കുറവുള്ള ഒരു സ്ഥലമാണ്. കാരണം കടലിൽ നിന്നും ഏറ്റവും ദൂരം മാറിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ആലിസ് സ്പ്രിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും 1500 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു സ്ഥലം ഇരിക്കുന്നത്. അപ്പൊ അത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. നിങ്ങൾക്ക് അറിയാൻ മേല കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഇവരുടെ പരിപാടി ഉണ്ടായിരുന്നു. എന്റെ ഭാര്യയൊക്കെ കാണാൻ പോയി, കയറാൻ പോലും പറ്റിയില്ല. അതുപോലെ തിരക്കാം. അത് 10-15,000 പേരുണ്ടായിരുന്നു പരിപാടിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എറണാകുളത്ത് സിറ്റിയിൽ 10-15,000 പേര് ഇവരുടെ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി വരുന്നു. ടിക്കറ്റഡ് പ്രോഗ്രാംസ് നടത്തുന്നത് ഭയങ്കര. അതായത് എല്ലാവരുടെയും വിചാരം ഈ റാപ്പും ബാക്കിയുള്ള സംഭവങ്ങളും മാത്രമേ. ഇത് വേറെ ഇഷ്ടമാണ്. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാൽ ഞാൻ ഒറ്റക്കല്ല ഡ്രൈവ് ചെയ്തോണ്ടിരുന്നേ. ഞാൻ 1 മിനിറ്റ് എനിക്ക് ഉറക്കം വന്നിട്ടില്ല. ഞാനിത് ഡൗൺലോഡ് ചെയ്തു. ചെറിയ കുറെ പാട്ടുകൾ ഡൗൺലോഡ് ചെയ്തു. ഞാൻ ഇവരുടെ മാത്രമല്ല, ഞാൻ സ്ഥിരം കേൾക്കുന്ന ഇങ്ങനത്തെ കുറെ പാറ്റേണിലുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കേട്ട് നമ്മളും പാടി ഇങ്ങനെ ഡ്രൈവ് ചെയ്യും, ഉറക്കം വരത്തില്ല. ഞാൻ ഇത്രയും കിലോമീറ്റർ ഓടിച്ചു വന്നിട്ട് എനിക്ക് ഒരു തുള്ളി ഉറക്കം വന്നില്ല.
ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരും. നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവരെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല. ശ്രദ്ധിച്ചറിയോ, ഇപ്പോഴത്തെ ജനറേഷനും ഇത് ഇഷ്ടമാണെന്നുള്ളതാണ്. ഇഷ്ടമാണ്. അതെ. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് വിട്ടിട്ട് 150 കിലോമീറ്റർ ആയിട്ട് ഒരു കുന്തോ കാണാനില്ല, ഒന്നുമില്ല കാണാൻ. പരന്ന ലാൻഡ്. ഒരു പിറ്റ് സ്റ്റോപ്പ് പോലും വന്നിട്ടില്ല, നിർത്താനുള്ള ഒരു സ്ഥലം പോലും വന്നിട്ടില്ല. അങ്ങനെ ഡാർവിനിൽ നിന്ന് ഞാൻ ഏകദേശം യാത്ര ചെയ്ത് വന്നിരുന്ന ആ ഒരു വഴിയിൽ നിന്ന് നമ്മളിവിടെ ഡൈവേഴ്ഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ ഖാൻ എന്ന് പറഞ്ഞൊരു ഒരു പോയിന്റ് ഉണ്ട്, അവിടെ എത്തുന്നു. ഈ സ്ഥലത്തിന്റെ പേര് എള്ളുണ്ട എന്നാണ്. എള്ളുണ്ട എന്ന് പറഞ്ഞാൽ അത് അങ്ങനല്ലേ ഇവര് പറയാ. ഈ അതിന്റെ സ്പെല്ലിംഗ് ELDRUND അങ്ങനെ എന്തോ ആണ്, എള്ളുണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ തിരിയും. ഇവിടെ നമുക്ക് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകും ഡൈവേർഷൻ. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ അഡ്ലീഡ് എത്തും. അഡ്ലീഡാണ് ആ റൂട്ട് പോകുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഇനി ഫ്ലൈ ചെയ്ത് അഡ്ലീഡിന് പോകും. അങ്ങനെയാണ് എൻ്റെ പരിപാടി. പെട്രോൾ അടിക്കാൻ പമ്പിൽ നിർത്തിയപ്പോൾ ഇവിടെ മൊത്തം വെള്ളം. ദൈവമേ, അതായത് ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഈ ഒരു മഴ കാരണം മൊത്തത്തിൽ വെള്ളം, വിജനമായിട്ടുള്ളൊരു സ്ഥലം. നമ്മളെപ്പോലെ ട്രാവൽ ചെയ്യുന്ന വേറെ 2 പേരുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഐസ്ലാൻഡിൽ പോയപ്പോഴത്തേക്കിനും നമ്മൾ അതുപോലത്തെ ഒരു വണ്ടി എടുത്തിട്ട് ക്യാമ്പർ എടുത്തിട്ട് നമ്മൾ ട്രാവൽ ചെയ്തത്. അപ്പോൾ അവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തുക. ഇവിടത്തെയൊക്കെ ഹൈവേസ് ആണ്. തൊട്ടപ്പുറത്ത് നമ്മളിപ്പോൾ വന്ന ഹൈവേ ആണ്. അതായത് ഒരു 10 മിനിറ്റിൽ ഒരു വണ്ടിയോ അല്ലെങ്കിൽ 15 മിനിറ്റിൽ ഒരു വണ്ടിയോ അങ്ങനെയൊക്കെ വരുവുള്ളൂ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 200 കിലോമീറ്റർ കഴിഞ്ഞ്. 200 കിലോമീറ്റർ ഞങ്ങൾ ആകെ കണ്ടിട്ടുള്ളത് 10 വണ്ടി താഴെയാണ്. അത്ര പോലും ഇൻറ്റീരിയർ റിമോട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് 200 കിലോമീറ്ററിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്, അല്ലേ? വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഇവിടെ എന്താ പറയുക, ഒരു ഇതുണ്ടാവും. നമ്മൾ ഡീസൽ അടിക്കുക, അകത്ത് പോയി പേയ്മെൻറ്റ് കൊടുക്കുക, അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടും. റിമോട്ട് ഏരിയയിൽ വരുമ്പോഴത്തേക്കും ഡീസലും പെട്രോളും എല്ലാം റേറ്റും കൂടുതലായിരിക്കും. ഞങ്ങളിവിടെ ഒരു കടയിൽ കയറിയാണ്, പുള്ളി കോഫി വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന മാഗ്നറ്റ്സ് കണ്ടോ, ഇതൊക്കെ ഈ അബോറിജിനൽ ആർട്സ് ആണ്. ഭയങ്കര വിലയാണ്. എൻ്റെ ഹോട്ടൽ റൂമിലുണ്ടായിരുന്നു മറ്റേ ഇതുപോലത്തെ ഒരു സാധനം. ഭയങ്കര ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. ഇത് ഓസ്ട്രേലിയയുടെ മാപ്പ് കണ്ടില്ലേ, ഓസ്ട്രേലിയയുടെ മാപ്പിൽ വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ അബോറിജിനൽ ആർട്ട് വർക്കുകളാണ് ഈ വെച്ചിരിക്കുന്നത്. ആ ഒരു ഡിസൈനിലുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ വെക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ വാങ്ങേണ്ടവർക്ക് ഇവിടെ ഫുഡും കിട്ടും. ഇതെല്ലാം ഇതുപോലത്തെ ഈ ഉളുറു റിലേറ്റഡ് ആയിട്ടുള്ള സുവനീറുകളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇത് കൊള്ളാമല്ലോ, നല്ല ഭംഗിയുണ്ടേ. ഇതെന്തുവാ ഇത്? ബിയർ വെക്കുന്നത് അല്ലേ? ഇത് നമ്മുടെ കണ്ണാടിയുടെ പെട്ടിയാണ്, കണ്ണാടി ഇടുന്ന പെട്ടിയാണ്. ഇത് കണ്ടോ, ഇതിൽ അതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് കണ്ടല്ലേ. സ്റ്റീഫൻ ഹോഗാത്ത് എന്ന് പറഞ്ഞിട്ട് ഉള്ള ആളാണ് ഇത് ഡിസൈൻ ചെയ്തത്. കൊള്ളാം കേട്ടോ അത്. ഇതേ എള്ളുണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ല, എള്ളുണ്ട റോഡ് ഹൗസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് റിസോർട്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് യമു ഉണ്ട്. ഹലോ, ഹൗ ആർ യു? എനിക്കൊന്ന് ഇവിടെ ഫീഡ് ചെയ്യുന്ന എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കുറേ എണ്ണത്തിനെ കാണാം. ഇവിടെ കുറേ യമു ഉണ്ട്. എനിക്ക് കൊള്ളാം അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ഈ സാധനങ്ങളെ കാണാനായിട്ട്. ഇതിങ്ങനെ ഇത് ബേസിക്കലി ഇതെല്ലാം ഡെസേർട്ട് ഏരിയ ആണ്. നമ്മളിപ്പോൾ ഉള്ളത് സെൻട്രൽ ഡെസേർട്ട് ഏരിയ എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ ആ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇവിടെ ഈ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയാണ് ഈ യമുനെ വിട്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഓപ്പൺ ഏരിയ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിലേക്ക് ഗ്രില്ലൊന്നുമില്ല, ബാക്കൊക്കെ ഓപ്പൺ ആണ്. എവിടെയോ പൊളിച്ചിട്ട് കൊണ്ടുവരുന്ന വഴിയാ ഇത്. പുതിയ വണ്ടി കേട്ടോ, പുത്തൻ വണ്ടിയാണ്. അത് എവിടെയോ പൊളിച്ചിട്ട് കൊണ്ടുവരുന്ന വഴിയാ. 2 വണ്ടിയുണ്ട്. ഒരിക്കലും ഓഫ് റോഡിങ് ഒരു വണ്ടിയും കൊണ്ട് പോകരുതല്ലോ. കാരണം എന്തെങ്കിലുമൊക്കെ പണി കിട്ടി കഴിഞ്ഞാൽ പിന്നെ കൂടെ ഒരാൾ വേണമല്ലോ. അതുകൊണ്ട് ഇവിടെ വേറെ സംഭവമുണ്ട്. ഇവിടെ വഴി അറിയാത്ത വഴിയിലൂടെയൊക്കെ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടുപോകും, അല്ലേ? അതായത് ഫ്യൂവലൊക്കെ തീർന്നൊക്കെ ചിലപ്പോൾ പെട്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യരുത്. ഓൾവേസ് 2 പേരായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതെ. അപ്പോൾ ആലിസ് സ്പ്രിങ്സ് അഡിലെയ്ഡ് റൂട്ടിൽ നമ്മൾ സ്റ്റുവാർട്ട് ഹൈവേനോട് ഗുഡ് ബൈ പറഞ്ഞു. സ്റ്റുവാർട്ട് ഹൈവേയിലാണ് നമ്മൾ ഇത്രയും നാളും വന്നത്. ഗുഡ് ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നു ഉള്ളുറു അല്ലെങ്കിൽ അയേഴ്സ് റോക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഇവിടെ നിന്ന് എത്ര ഉണ്ടെന്ന് അറിയത്തില്ല, കുറേ ഉണ്ട്. 245 കിലോമീറ്റർ. യു മീൻ 245 കിലോമീറ്റേഴ്സ്? അപ്പൊ ഇനി കുറച്ചു നേരം ഞാൻ വണ്ടി ഓടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിനി പോകാൻ പോകുന്നത്, നമുക്ക് പോകേണ്ടത് അയേഴ്സ് റോക്ക് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ആക്ച്വലി അയേഴ്സ് റോക്ക് റിസോർട്ട് മാത്രമേ ഉള്ളൂ. അവിടെ ആകെ 4 റിസോർട്ട്, അവരുടെ റിസോർട്ടുകൾ മാത്രമേ ഉള്ളൂ താമസിക്കാൻ. കുത്തകയാണ്, വേറെ ഒന്നുമില്ല. പിന്നെ ഉലുരു പോവും. പിന്നെ കത്താച്ചുദ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെയും നമ്മൾ പോകും. റോഡ് കണ്ടീഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം ഓപ്പൺ ആണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഈ വണ്ടി ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. കൊള്ളാം. നിങ്ങൾ ഓടിച്ച പോലെ ഞാൻ ഓടിക്കണോ അതോ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ കംഫർട്ട്? നമ്മൾ ഓടിക്കുന്നതെന്ന് വെച്ചാൽ സ്പീഡല്ല കാര്യം, നമ്മളേതാണോ കംഫർട്ടായ അത്രേ ഉള്ളൂ. ഞങ്ങളെ വരുന്ന വഴിക്ക്
ഒരു കാഴ്ച കണ്ട്, ആ കാഴ്ച കണ്ടപ്പോഴത്തേക്കും നിർത്തിയതാണ്. ഇത് കണ്ട് ഞാനും നിർത്തിപ്പോവും. അതായത് എവിടെ ഇല്ലാത്തൊരു വിജനത എന്ന് പറഞ്ഞൊരു സ്ഥലം, മരുഭൂമിക്ക് നടുവുള്ള ഒരു സ്ഥലം. ഇവിടെ 2 വണ്ടി കിടക്കുന്നു. ഒരു വണ്ടി ഇവിടെ കത്തിച്ചിട്ടിരിക്കുന്നു, പിന്നെ ഒരു വണ്ടി അവിടെ തലകീഴെ മറിഞ്ഞ് കിടക്കുന്നു. ഉണ്ടല്ലേ, ഒരു വണ്ടി തലകീഴെ മറിഞ്ഞ് കിടക്കുന്നു പറഞ്ഞാൽ ഇവിടെ കത്തിച്ചിരിക്കുക വണ്ടി. ഇത് ഏതൊരു ബ്രോ, ഇത് ഹൈലക്സ് ആണോ? കണ്ടിട്ട് ഹൈലക്സ് ആണെന്ന് തോന്നുന്നു. ഹൈലക്സിന്റെ പിക്കപ്പ്, അത് ഹൈലക്സ് ആണ്, കണ്ടില്ലേ, പിക്കപ്പ് ട്രക്കാണിത്. ഇത് ഇവിടെ ഇത് 2ഉം കൂടെ കൂട്ടി ഇടിച്ചിട്ട് മറിഞ്ഞതായിരിക്കുമോ? അല്ലല്ല, ഇത് ഈ ചില ആൾക്കാർ മോഷ്ടിച്ചോണ്ട് പോയ വണ്ടിയൊക്കെയാണ്, എന്നിട്ട് കൊണ്ടുവന്നിട്ട് അവര് ഓടിച്ച് വണ്ടി പെട്രോൾ വരുമ്പോഴത്തേക്ക് അവരിങ്ങനെ കാണിച്ചിട്ട് പോകും. അതെന്തിന്? എന്തിനാന്ന് വെച്ചാൽ അതവരുടെ വിനോദമാണ്. ദൈവമേ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. കാരണം ഞാൻ പല വഴിക്ക് ഇന്നലെ പോലും ഞാൻ ഇങ്ങനത്തെ കാഴ്ചകൾ കാണുന്നുണ്ട്. ഒരെണ്ണം ഇവിടെ തലകുത്തി മറിഞ്ഞ് കിടക്കുന്നു. പക്ഷെ ഇത് മറിച്ചിട്ടതാ, കണ്ട, ഇടിച്ചു മറിഞ്ഞതല്ല. കാരണം ഈ രണ്ട് വണ്ടി ഇടിച്ചിട്ടില്ല, കണ്ടില്ലേ, ഇടിച്ച ഒരു സംഭവമില്ല. ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അല്ല കാണുക. ഇത് ആ ടയർ എന്ത് ചെയ്യേ? ദൈവമേ, ഇങ്ങനെ ഭ്രാന്തുള്ള ആൾക്കാരോ? ഒരു രക്ഷയില്ല കേട്ടോ. അതായത് സംവെയർ നോവെയർ എനിവെയർ ഇൻ ദ ഡെസേർട്ട്, മരുഭൂമിക്ക് നടുവിൽ ഇവിടെ കാണിക്കുന്ന തോന്നിവാസങ്ങളും പരിപാടികളൊക്കെ നോക്കി എന്തൊക്കെയല്ലേ, എല്ലാം കൂടെ പൊട്ടിക്കിടക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നതുകൊണ്ട് ഇവിടെ ഇൻഷുറൻസ് എമൗണ്ടും വളരെ കൂടുതലാണ്. ഇവിടെ വെള്ളപ്പൊക്കമാണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ എല്ലായിടത്തും വെള്ളത്തിന്റെ പരിപാടിയാണ്. നോക്കി ഒഴുക്ക് വേണ്ടില്ലേ, വെള്ളം പൊങ്ങിയിട്ട് ഇതൊക്കെ ചിലപ്പോൾ നദിയായിരിക്കുമെന്നേ. ആ നദിയുടെ മേളിൽ കൂടെ ഒക്കെ ആയിരിക്കും ഈ റോഡ് പണിത് വെച്ചിരിക്കുന്നതായിരിക്കും തോന്നുന്നത്. എന്തോരം വെള്ളം, ആ ചെളി വെള്ളമാണ് ഇങ്ങനെ ഒഴുകി വരുന്ന നോക്കി. നാളെ തിരിച്ചു വരുമ്പോൾ എനിക്കായിരിക്കും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ വാട്ടർ കപ്പാസിറ്റി എത്രയാ? അവിടെ മാർക്കുണ്ട്, ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എത്ര മീറ്റർ ആണെന്നുള്ളത്. 0.2 ആണിപ്പോൾ. നാളെ വരുമ്പോൾ എന്താ നമുക്ക് അറിയാം, നോക്കാം. ഇന്ന് മഴ പെയ്യരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇന്ന് ഇതൊരു 100-200 മീറ്റർ ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയ. ഈ ഒരു 100-200 മീറ്റർ മൊത്തം വെള്ളമാണ് ഇവിടെ. അതെ, അത് സെൻസറിനകത്ത് വല്ല വെള്ളം കയറുമോ? ഞാൻ ഡാർവിന്ന് വരുമ്പോൾ മുതൽ മഴയാണ് എൻ്റെ കൂടെ. ഇവിടെ മഴ ഇല്ലായിരുന്നു, ഇവിടെ ഇപ്പം മഴ തുടങ്ങിയതേ ഉള്ളൂ ഇന്നലെ എങ്ങാണ്ട്. അപ്പം എൻ്റെ കൂടെ മഴ അവിടെ നിന്ന് സഞ്ചരിച്ച് ഇവിടെ വന്നതാണ്. അതുകൊണ്ട് അവിടെ ദൂരെ കാർമേയം കണ്ടില്ലേ, മൊത്തം മഴയാണ് അവിടെ എല്ലാം. ഇവിടെ ഭയങ്കര മഴയായിരുന്നു. വരുന്ന വഴിക്ക് മൊത്തം മഴ അടിപൊളി, നല്ല കിട്ടുന്ന വൈബ് കേട്ടോ. ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് ഉള്ളൂര് പോലെ തന്നെ ഒരു സ്ഥലം കാണും. അത് കാണാൻ വേണ്ടി നിർത്തിയാണ്. അതിന് മൗണ്ട് കോർണർ എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാം മഴക്കാറ് വെച്ചിട്ട് ഇത് കണ്ടോ, ഡെസേർട്ട് കണ്ടോ. അതായത് ഇത് ശരിക്കും ഇത് മരുഭൂമിയാണ്. നമ്മുടെ മരുഭൂമിയില്ലേ, അതുപോലത്തെ മരുഭൂമിയാണ് ബേസിക്കലി ഇത്. അപ്പൊ ഇവിടെ നമ്മൾ മരുഭൂമി എന്ന് പറയുമ്പോഴത്തേക്കിനും സാൻഡ് ഡെസേർട്ട് മാത്രമല്ല, മരുഭൂമിയിൽ ഇതുപോലെയുള്ള സംഭവങ്ങളും ഉണ്ട്. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള ബ്രൗൺ സാൻഡ് ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു ബ്രൗൺ സാൻഡ് ഡെസേർട്ടാണിത്. സെൻട്രൽ ഏരിയ മൊത്തം അവിടെ എല്ലാം ഇങ്ങനത്തെ സംഭവങ്ങളാണ്. ഇതിപ്പോൾ മഴ പെയ്തുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഭയങ്കര ഡസ്റ്റിയാണ് ഈ ഒരു പൊടി ഭയങ്കരമായിട്ട്. ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ വിഷജന്തുക്കളും പാമ്പുകളും അതും ഇതും അങ്ങനെ ധാരാളം ജീവജാലങ്ങൾ ഇഷ്ടംപോലെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങ് ദൂരെ ഒരു മല കണ്ടോ, അതാണ് മൗണ്ട് കണ്ണൂർ എന്ന് പറയുന്ന ഒരു സാധനം. ഇത് ഉല്ലൂരു അല്ല, ഉല്ലൂര് നമുക്ക് കാണാം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഒരു 100-120 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഉണ്ടല്ലേ, ഇതിങ്ങനെ ഒരു മല, അവിടെ ഇങ്ങനെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയൊരു സാധനം. എന്നിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഈ ഒരു ഭാഗത്ത് വരെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം കണ്ടോ. അതിൻ്റെ ഒരു കിഡിലൊരു വ്യൂ നമുക്ക് ഇവിടെ കാണാൻ കണ്ടോ. ഇവിടുത്തെ റോഡൊക്കെ ആണെങ്കിലും ഞാൻ ഇതിനൊന്നും കാണിച്ചു കാണില്ല. ഇതേപോലത്തെ മെറ്റൽ കഷ്ണങ്ങൾ, അതേപോലെ ടാറ് കുറച്ചേ ഉള്ളൂ. പക്ഷെ എന്നിട്ടും അധികം വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടേ ആയിരിക്കും ഇതൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് കിടക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു റെസ്റ്റ് ഏരിയ മറ്റൊക്കെ ആയിട്ട് ഉള്ള ഒരു കിടിലൻ സ്ഥലമാണ്. അവിടെയാണ് കണ്ടില്ലേ, എന്ത് നീറ്റാല്ലേ. ഈ ഉള്ളൂര് മല കാണാൻ വേണ്ടി കണ്ട പട്ടിക്കാട്ടിലേക്ക് ആൾക്കാർ വരുമെന്ന്. അവിടെ എയർപോർട്ട് വരാൻ തുടങ്ങിയെന്നേ. നമ്മളങ്ങനെ നമ്മുടെ ഉള്ളൂരൂല് ദൂരെ കാണുന്നതാണ്. ഉള്ളൂരൂല് മറ്റേ നമ്മൾക്ക് പോകേണ്ട മല, അത് പോകണ്ടല്ല, അത് പോകാനൊന്നും പറ്റത്തില്ല, അത് കാണാനേ പറ്റുള്ളൂ. അപ്പോൾ ഉള്ളൂരൂല് നമ്മൾ താമസിക്കേണ്ട ഒരു റിസോർട്ട് ഏത് വഴിയാ? അവിടെ നിന്ന് ലെഫ്റ്റ് അല്ലേ, അവിടെ നിന്ന് ലെഫ്റ്റ് പോകണം. വെൽക്കം ടു അയേഴ്സ് റോക്ക് റിസോർട്ട്. അതായത് ഇവിടെ ഈ അയേഴ്സ് റോക്ക് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു 3-4 റേഞ്ചിലുള്ള റിസോർട്ടുകളുണ്ട്. അത് മാത്രമേ ഇവിടെ ഉള്ളൂ. അതായത് സ്റ്റാർട്ടിങ് ഫ്രം $200. പിന്നെ ഡോർമെട്രി കിട്ടും, അതിന് $50 കൊടുക്കണം. പിന്നെ ക്യാമ്പിംഗ് ഗ്രൗണ്ടും ഉണ്ട്, അതായത് ക്യാമ്പ് ചെയ്യാനുള്ള, വണ്ടി പാർക്ക് ചെയ്ത് ക്യാമ്പ് ചെയ്യാനുള്ള ഗ്രൗണ്ട്. അപ്പോൾ ഇത്രയും സെറ്റപ്പുകളാണ് ഇവിടെ ഉള്ളത് താമസിക്കാൻ. വേറെ ഒന്നുമില്ല. ഇതൊരു ടീമിന് കുത്തകയായിട്ട് കൊടുത്തിരിക്കുകയാണ്.
ആടാ മോനെ എന്ത് രസമാണെന്നറിയോ, ഇവിടെ വന്നപ്പോഴത്തേക്കിനും മഴയെല്ലാം മാറി, സ്കൈ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയി. അപ്പോൾ ഇവിടെ 4-5 റിസോർട്ടുകളുണ്ട്, മനസ്സിലായില്ലേ? 4-5 റിസോർട്ടുകളായിട്ടാണ് ഈ ഭാഗത്തുള്ളത്. ഇത് ഗൂഗിൾ മാപ്പിൽ നോക്കിയാലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഈ റോക്ക് ചുമ്മാ നമുക്ക് കാണാൻ പറ്റില്ല. ഈ റോക്കിൻ്റെ സമീപത്തായിട്ട് ഒരു ഏരിയ, കുറച്ച് ഏക്കർ, 100-500 ഏക്കർ സ്ഥലം ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അവിടെ 4-5 റിസോർട്ടുകൾ, അത് പല റേഞ്ചിലുള്ളത്. ഏറ്റവും കുറഞ്ഞ റേറ്റാണ് ഞാൻ പറഞ്ഞത്, ഔട്ട് ബാക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ഏറ്റവും കുറഞ്ഞത്. പിന്നെ പല റേഞ്ചിലുള്ള 5 സ്റ്റാർ 4 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അൾട്രാ ലക്ഷറി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഏത് വേണമെങ്കിലും താമസിക്കാം. പിന്നെ ഒരു എയർപോർട്ടുണ്ട്. ഇവിടെ നിന്ന് മെൽബണിലേക്ക് ജെറ്റ് സ്റ്റാർ ഉണ്ട്, അതാണ് വളരെ ചീപ്പസ്റ്റ് ഓപ്ഷൻ. ഓസ്ട്രേലിയയുടെ പല ഭാഗത്തുനിന്നും ഇങ്ങോട്ടേക്ക് ഫ്ലൈ ചെയ്ത് വരാൻ പറ്റും. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ കോണ്ടസ് മാർട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇനി ഇവിടെ വരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ ഇവിടെ വരുന്നു, താമസിക്കുന്നു. പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഡ്രോൺ ഷോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പുതിയ എന്താ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ പരിപാടികളുണ്ട്, അപ്പോൾ നോക്കാം. അതായത് ഇവിടെ വന്നൊരു ദിവസം നിൽക്കണം. പിന്നെ ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ സൂര്യപ്രകാശത്തിൽ സൺസെറ്റും സൺറൈസും ആ മലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുക. അതായത് ആ മലയുടെ കളറ് സൂര്യൻ്റെ പ്രകാശം വരുന്നതിനനുസരിച്ച് മാറി മാറി വരും. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് കാണാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത്. ഈ സാധനം കണ്ടോ, ATW എന്നും പറഞ്ഞുകൊണ്ടൊരു വണ്ടി, എനിക്ക് തോന്നുന്നത് ഇത് ബുഷിൽ കൂടെ ഓടിക്കാൻ വേണ്ടി ഇത് ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണത്. വൈറ്റ് ആണ് ഇത്, ഏത് രീതിയിലാണ് ഇത് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇസുസുവിൻ്റെ ട്രക്കാണത്, ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്ന ട്രക്ക്. ഇത് എന്തൊക്കെ സെറ്റപ്പാണ് ഇതിനകത്ത്. ഇതെനിക്ക് തോന്നുന്നു ഇവരിവിടെ എന്തോ ടൂർ പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു. ഉള്ളുരു അയേഴ്സ് റോക്ക് റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഉള്ളുരു എന്ന് പറയുന്നതാണ് ശരിക്കും ഇവിടുത്തെ ഈ ഒരു മലയുടെ പഴയ പേര്. ഈ അയേഴ്സ് റോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ പേരിടാൻ കാരണം, ഈ പണ്ട് കാലത്ത് യൂറോപ്യൻസ് ഇവിടെ വന്ന സമയത്ത് ഇത് ആക്ച്വലി ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് 1873 ഒരു ബ്രിട്ടീഷ് സർവേയർ ആയിരുന്ന വില്യം ഗൂസ് എന്ന് പറഞ്ഞ ആളായിരുന്നു. അപ്പോൾ അയാൾ ഈ മല കണ്ടുപിടിച്ച സമയത്ത് ഹെൻറി അയേഴ്സ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സൗത്ത് ഓസ്ട്രേലിയയുടെ ഒരു ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേര് ഈ മലയ്ക്ക് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് അയേഴ്സ് റോക്ക് എന്ന് പറഞ്ഞ പേരും കൊടുത്തു. അങ്ങനെയാണല്ലോ പല നാട്ടിലും പല പേരുകൾ ഇവരിട്ടത് പണ്ട് യൂറോപ്യൻസ് വന്ന സമയത്ത്. പിന്നീട് ഇവർ ഈ അബോറിജിനൽസിൻ്റെതായിട്ടുള്ള ആ ഒരു കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് വീണ്ടും റീനെയിം ചെയ്ത് ബാക്കിൽ ഉലുരു അയേഴ്സ് റോക്ക് എന്നാക്കി. അപ്പം പണ്ട് അയേഴ്സ് റോക്ക് ഉലുരു എന്നായിരുന്നു, പിന്നീട് അതൊരു ഉലുരു എന്ന് ആദ്യം പറയും, എന്നിട്ട് അയേഴ്സ് റോക്ക് എന്ന് പറയും. അപ്പോൾ ഉലുരു അയേഴ്സ് റോക്ക് എന്നുള്ള രീതിയിലേക്കാക്കി മാറ്റി. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരു ഡെസേർട്ട് ഗാർഡൻ ഹോട്ടൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് വന്നതാണ്. ചുമ്മാ ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട്, അതിന് മുമ്പ് ഇതിന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു വന്നാൽ ഇവിടെ റെസ്റ്റോറൻറ്റുകളുണ്ട്, പിന്നെ ഗാലറി ഉണ്ട്, അങ്ങനെ പല പരിപാടികളൊക്കെ ഉണ്ട്. ഇവരുടെ ഭാഷയുടെ പേരെന്തായിരുന്നു? ഇവരുടെ ഭാഷയുടെ പേരെന്തായിരുന്നു? പിച്ചിഞ്ചിറ എന്ന് പറഞ്ഞവർക്ക് ഒരു ഭാഷയുണ്ട് ഇവിടുത്തെ അബോറിജിനൽസ് ആയിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ അവരുടെ ഭാഷയിൽ പല്യ എന്നാണ് പറയുന്നത്. പല്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ അല്ലെങ്കിൽ ഗുഡ് ബൈ, താങ്ക് യു, വെൽക്കം, ഇതിനൊക്കെ പല്യ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പല്യ എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഈ സ്ഥലത്തുണ്ടല്ലോ, ഇവിടെ ഈ റിസോർട്ടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ആ റിസോർട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ, ഒരു പോലീസ് സ്റ്റേഷൻ, ഒരു ഹെൽത്ത് ഹോസ്പിറ്റൽ പോലത്തെ ഒരു സെറ്റപ്പ്, പിന്നെ ഒരു എയർപോർട്ട്, പിന്നെ വേറെന്താണ്, പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റ്, കുറച്ച് കടകൾ, അങ്ങനെ സംഭവങ്ങൾ, ടൂറിസ്റ്റുകൾക്ക് വേണ്ട സാധനങ്ങൾ. ഇതൊരു ടൗൺഷിപ്പ് പോലെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഏരിയ ആണിത്. ആ ഒരു സ്ഥലത്തിനോട് ചേർന്ന്, അതായത് നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ടാക്കിയപ്പോഴത്തേക്കിന് ആ ഭാഗത്ത് ഹോട്ടലുകളും ബാക്കിയുള്ള സംഭവങ്ങളും വന്നിട്ട് ഒരു ടൗൺഷിപ്പ് ആക്കി എടുത്തില്ലേ, അതേപോലൊരു സെറ്റപ്പിൽ ഇവിടെ റെഡിയാക്കി എടുത്തിരുന്ന ഒരു സ്ഥലമാണിത്, ഈ ഉള്ളൊരു ഏരിയ എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ഒരു റിസോർട്ട് ഗ്രൂപ്പിൻ്റെ കീഴിലാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ കൂടെയുള്ള ബുക്കിംഗ് അല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ വഴിയുള്ള ബുക്കിംഗ്, അത്രയും ആ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. ഇതൊരു കാം ആൻഡ് ക്വയറ്റ് സ്ഥലം കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ സെയിൽസ് ഇൻ ദ ഡെസേർട്ട് എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട്, അവിടേക്ക് വന്നു. ഇപ്പോൾ ഈ നാട്ടിലും ഇവിടെ എന്താ പറയുക, ജീവിക്കുന്ന മലയാളികളുണ്ട്. ഇവിടെ 2 പയ്യന്മാരുണ്ട്, അവർ ഈ ഹോട്ടൽസിൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ കാതറിനിൽ വെച്ച് കണ്ട അരുൺ ചേട്ടനല്ലേ, അരുൺ ചേട്ടനും പണ്ട് ഇവിടുത്തെ മാനേജറൊക്കെ ആയിരുന്നു. പിന്നെ കോവിഡ് വന്ന സമയത്ത് ഇവിടെ ലോക്ക് ചെയ്തപ്പോഴത്തേക്കിനും പുള്ളി ഇവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് അങ്ങോട്ട് പോയാന്നാണ് പുള്ളി എന്ന് പറഞ്ഞത്. പാലക്കാടല്ലേ വീട്? ഞങ്ങളിവിടെ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പിള്ളേരുണ്ടെന്ന്. ജോസഫ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്ത് റെസ്റ്റോറൻറ്റിൽ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. അപ്പം ഫുഡ് ബില്ല് തരും, ഡിസ്കൗണ്ട് ഉണ്ടോ? ഉണ്ടല്ലേ?
അത് ശരി. ജോസഫ് പറഞ്ഞ് 2 ദിവസം മുന്നേ പറഞ്ഞായിരുന്നെങ്കിൽ റൂം റേറ്റിൽ ഡിസ്കൗണ്ട് വാങ്ങിച്ചു തരായിരുന്നു. നമ്മൾ ഓർത്തില്ലല്ലോ. പക്ഷെ നമ്മൾ ലാസ്റ്റ് ടൈം അല്ലേ, നമ്മൾ നാളത്തെ കാര്യം ഇന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ. അങ്ങനെ ഉള്ളതുകൊണ്ട് ഒരു 3 ദിവസം മുമ്പ് പറഞ്ഞായിരുന്നെങ്കിൽ ഇവിടെ ഈ സെയിൽസിൽ നമുക്കൊരു $100 സെറ്റ് ആക്കാം. $100 $100 കിട്ടുമല്ലേ? $550 ഏകദേശം. ഞങ്ങളിപ്പോൾ $200 അപ്പുറത്ത് റൂം ബുക്ക് ചെയ്തു. $300 അപ്പുറത്ത് ബുക്ക് ചെയ്തു. 16,000 അതെ, ഒരു ദിവസം താമസിക്കാൻ ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ ഹോട്ടൽ 17,000 18,000 16,000 ഒക്കെ പണ്ടാ. മനസ്സിലായോ? 6 മാസം കൊണ്ട് 10 രൂപയാണ് കൂടിയത്. ഓസ്ട്രേലിയൻ ഡോളർ 6 മാസം കൊണ്ട് കേറിക്കൊണ്ടിരിക്കുക. പൈസ കുറവും ഫീസ് തിരിച്ച് ലോൺ അടയ്ക്കാൻ നേരത്തെ പൈസ കൂടുതലും ലാഭം. അളവെടുക്കാ. നോക്കാം എന്താ ഉള്ളേ? ബിരിയാണി ഉണ്ടോ? എന്താ കഴിക്കുക? വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ? എല്ലാം ഓക്കെ. അങ്ങനൊന്നുമില്ല, ഞാൻ വല്ല സ്റ്റേക്കും കഴിക്കാം. സ്റ്റേക്ക് ഇല്ല, ബീഫ് വാഗ്യൂ ബർഗർ ഉണ്ട്, മാർക്കറ്റ് ഫിഷ് സ്റ്റേക്ക് പോലും ഇല്ല. സ്റ്റേക്ക് ഉള്ള വേറെ റെസ്റ്റോറന്റ് ഉണ്ട്. വെയർ കംസ് അവർ ഫുഡ്. ദൈവമേ, വാഗ്യൂ ബീഫ് ബർഗർ അടിപൊളി. താങ്ക് യു. ഒരു ഇച്ചിരി എരിവുള്ള സോസ് എല്ലാം കിട്ടുമോ? താങ്ക് യു. പിന്നെ ഇത് ലാഷസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഒരു ലോക്കൽ ബിയറാണ്. പ്രീമിയം പെയിലൈൽ ഫ്ലേവറിലുള്ള ഒരു സാധനമാണ് ലാഷസ്. തബാസ്കോ, മൈ ഫേവറേറ്റ് സോസ്. താങ്ക് യു സോ മച്ച്. ഇത് എങ്ങനെയാടാ ഇത്? ഞാൻ ഒരു വായിൽ ഭയങ്കര പാടാണ്. ഞാൻ ഇതുവരെ ഒരു ബർഗർ അങ്ങനെ കഴിക്കും. ഫിഷ് ആദ്യമായിട്ട് കഴിക്കട്ടോ. സാധനമല്ലേ അത്? അല്ല, ഇത് ഓഷ്യൻ ട്രൗട്ട് ആണോ? ഒരു സൈഡിൽ കൂടെ കടിക്കട്ടെ. കടിക്കുമ്പോഴത്തേക്കും ഇപ്പുറത്തോട് ഒഴുകി വരും. എങ്ങനെ കഴിക്കാനാ? ഞാൻ പോരാട്ടോ. ഞാൻ കടിച്ചു കഴിക്കാം അത്രോ. ഇത് ഇവിടെ ഒരു റിസോർട്ട് ഷട്ടിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിങ്ങനെ ഇവിടുത്തെ ഈ ഒരു ടൗൺഷിപ്പ് മൊത്തം ഇങ്ങനെ ചുറ്റി കറങ്ങുന്ന ഒരു ബസ്സാണ്. അതിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഔട്ട്ബാക്ക് ഹോട്ടൽ ആൻഡ് ലോഡ്ജ്, ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബഡ്ജറ്റാണ്. എന്നാലും 18,000 രൂപ, 18,000 റുപ്പീസായി. അതാണ് സംഭവം. ഞങ്ങൾ പെട്ടി സാധനങ്ങളൊക്കെ എടുത്തിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പെട്ടി എടുക്കണ്ടായിരുന്നു. കാരണം ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പറയാം, വണ്ടി എടുത്തിട്ട് ഏതോ സ്ഥലത്തേക്ക് അപ്പുറത്തോട്ട് എങ്ങാണ്ട് മാറി അവിടെ റൂം, അവിടെ വേറെ പാർക്കിംഗ് ആണ്. ഇത് വലിയൊരു ഹോട്ടലാണ്, വലിയ സ്ഥലമാണ്. നമ്മൾ റൂമിൻ്റെ അവിടെ എത്തി. ഈ കാണുന്ന ഇതാണ് നമ്മളെ മുറി. ഇവിടെയാണ് മുറി. ഈ ഔട്ട് പാക്ക് എന്ന് പറയുന്നത് ഇവിടെ പാക്കേഴ്സിൻ്റെ സ്ഥലമുണ്ട്. അതായത് അപ്പുറത്ത് ഡോമിട്രീസ് ഉണ്ട്, പിന്നെ ഹോട്ടൽ സൈഡ് ഉണ്ട്, പിന്നെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ക്യാമ്പർ വാൻസൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കിടക്കാവുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ഏതാണ്ട് $30 കണ്ടു കൊടുക്കണം. അതാണ് സംഭവം. സോ അങ്ങനെ ഇതാണ് നമ്മുടെ മുറി. ഇത് ഒരു ജംഗിൾ ലോഡ്ജ് പോലത്തെ ഫീല്. നൈസാണല്ലോ. 4 പേർക്ക് കിടക്കാവുന്ന ഒരു അടിപൊളി ഒരു റൂം. കണ്ടില്ലേ, ഇതൊക്കെ മറ്റേ അബോറിജിനൽസിൻ്റെ പെയിൻറ്റിങ് പരിപാടികളൊക്കെയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു പുറത്തേക്ക് ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട്. ബാൽക്കണിയിൽ നോക്കിക്കഴിഞ്ഞാലെങ്കിലും ഞാൻ വിചാരിച്ച് മറ്റേ മല കാണുമെന്ന്. ഇവിടെ വന്നിട്ട് ആ മല ഇതുവരെ കണ്ടില്ലല്ലോ. നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി ഗൈസ്, ഇതാണ് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി. കൊള്ളാം കേട്ടോ, സെറ്റപ്പ് അടിപൊളിയാണേ. റൂമും അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനിത് പുറമേന്ന് കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ. റൂമൊക്കെ അടിപൊളിയാണ്. സംഭവം പുറമേന്ന് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഡെസേർട്ടാണ്. ഡെസേർട്ടിൻ്റെ നടുവിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവരുണ്ടാക്കി എടുത്തിരിക്കുകയാണ്. ആൻഡ് ഇതെല്ലാം അബോറിജിനൽസിൻ്റെ ലാൻഡാണ്. ഈ അബോറിജിനൽസിൻ്റെ കയ്യിൽ നിന്ന് സർക്കാർ ഇത് ലീസിനെടുത്തിരിക്കുകയാണ്. 99 വർഷത്തെ പാട്ടത്തിനെടുത്തിരിക്കുകയാണ് ഈ ഒരു സംഭവങ്ങൾ മൊത്തം. ഈ മലയും ഈ മലയുടെ സമീപത്തുള്ള ഈ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാനുള്ള ഏരിയയും ബാക്കിയുള്ള പരിപാടികളും എല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പണ്ട് ആ മലയുടെ മേളിലേക്ക് നമുക്ക് നടന്ന് ട്രക്ക് ചെയ്ത് കയറാമായിരുന്നു. കുറച്ച് വർഷം മുന്നേ അവർ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഈ അബോറിജിനൽസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഒരു സീക്രട്ട് ഹില്ലായിട്ടാണ്, സീക്രട്ട് മലയായിട്ടാണ് അവരത് കരുതുന്നത്. അവർക്ക് ഒത്തിരി സ്റ്റോറീസ് ഉണ്ട് അതിൻ്റെ പുറകിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. അവിടെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പാടില്ലാത്തതും പാടുള്ളതുമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ കുറച്ച് ഇവിടുത്തെ സംഭവങ്ങൾ കുറച്ച് സ്ട്രേഞ്ച് ആണ്. ഞാൻ എൻ്റെ കഥകളൊക്കെ പറയുമ്പോൾ മനസ്സിലാവും. മഴക്കാറ് വെച്ച് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട്. ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഗൈസ്. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ സംസാരിച്ചും പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. ഇവിടെ ഞാൻ വെള്ളമായിരുന്നു. ഞാൻ വെള്ളം ഇവർക്ക് ഇങ്ങനെ പോയി വന്നതേ ഉള്ളൂ. നമുക്ക് ഇനിയിപ്പോൾ മല കാണാൻ പോകണം. അപ്പോൾ ഞങ്ങൾ മല കാണാൻ വേണ്ടി പോവാണ്. മഴയായതുകൊണ്ട് മല കാണാൻ പോകാനായിട്ട് വൈകി. ഇനിയിപ്പം മഴ കാണുമോ മല കാണുമോ എന്ന് നമുക്ക് അറിയത്തില്ല. സോ നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താ പരിപാടി എന്നുള്ളത്. അല്ല അപ്പൊ രാത്രി ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ? അല്ല അപ്പൊ സ്റ്റേക്ക് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ബിരിയാണി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് ഓർ റൈറ്റ്? ഓക്കെ, ലെഫ്റ്റ് പോകും. നമ്മൾ ഇന്ന് രാത്രിയിൽ ചിക്കൻ കറി ചപ്പാത്തി. സോഡ വേണോ? എനിക്ക് വേണ്ട സോഡ, എനിക്ക് വെള്ളം മതി. രാത്രി ചിക്കൻ കറിയും ചപ്പാത്തിയും ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. സോ ഞങ്ങൾ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടെ കാണിച്ചടാ, എന്തിടാ ഈ ഫുൽക്കയൊക്കെ കിട്ടും കഴിച്ചു ഇവിടെ. ഇത് കണ്ടില്ലേ, നോർത്ത് ഇന്ത്യൻ ഫുൽക്ക. ഹൽദിറാംസിന്റെ
ഫ്രോസൺ ഫുൽക്ക. ഇന്ന് ഞാനാ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എടാ ഇവിടെ വന്നിട്ട് മല കണ്ടില്ലടാ. മല കാണണ്ടേ? ഇതുവരെ മല കണ്ടില്ല. മല മല എന്ന് പറഞ്ഞിട്ട് മല കാണണ്ടേ? ഇവിടെ വേറെ പല പരിപാടിയും മലത്തിൽ നടക്കുന്നുള്ളൂ, മല കാണുന്നില്ല, നടക്കുന്നില്ല. അങ്ങനെ നമ്മള് ആ ഒരു ഉള്ളൊരു അയേഴ്സ് റോക്ക് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരുമില്ല. ആ ഓക്കെ, അവരെ കാണിച്ചാൽ മതിയല്ലേ? അവരെ പൊക്കി കാണിച്ചാൽ മതി തോന്നുന്നത്. അത് പൊക്കോളാൻ. അതിവിടെ സ്കാൻ ചെയ്യണമെന്ന് തോന്നുന്നു. അവിടെ സ്കാൻ ചെയ്യണം, ടിക്കറ്റ് സ്കാൻ ചെയ്യണം. ഇവിടെ ടിക്കറ്റ് ഉള്ളവർ ടിക്കറ്റ് കാണിക്കാം, ഇല്ലാത്തവർ ടിക്കറ്റ് എടുക്കണം. 9 മണിയാകുമ്പോൾ പാർക്ക് ക്ലോസ് ചെയ്യും. ഓവർനൈറ്റ് ക്യാമ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മളിപ്പോ നാഷണൽ പാർക്കിനകത്തേക്കാണ് കയറുന്നത്. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും നാഷണൽ പാർക്ക് ഏരിയാസ് ആണ്. നാഷണൽ പാർക്കിൽ പ്രത്യേക അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ആ ഒരു ഉള്ളുരു എന്ന് പറയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു സംഭവം കാണാനായിട്ട്. ഇത് ശരിക്കും ഒരു മാസീവ് സാൻഡ്സ്റ്റോൺ മോണോലിത്ത് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മോണോലിത്ത് മലകളിൽ ഒന്നാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ശരിക്കും ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ശരിക്കും ഈ ഒരു മലയ്ക്ക് ചുറ്റും എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 10 കിലോമീറ്റർ വരുന്നൊരു വഴിയുണ്ട്. 9.4 കിലോമീറ്റർ ആണ് ഇതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ 2.5 കിലോമീറ്ററോളം വരുന്ന ഒരു ദൂരം ഭൂമിക്കടിയിലുണ്ട് എന്നാണ് പറയുന്നത്. ഇതിന്റെ ജോഗ്രഫി ഇഷ്ടം പോലെ ഉണ്ട്. ഇത് എങ്ങനെ ഉണ്ടായെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് ഇത് പറയാനായിട്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ ഉലുരു എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ അനങ്കു എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന അബോറിജിനൽസ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവരുടെ ഒരു സീക്രട്ട് സൈറ്റാണ് ഈ കാണുന്ന ഈ ഒരു മല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പണ്ട് ആളുകൾ ഇതിൻ്റെ മേളിലേക്ക് ട്രക്ക് ചെയ്തൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് ഇങ്ങനെ പോയി കാണാനേ പറ്റുള്ളൂ. ചില സ്ഥലങ്ങളിലൊന്നും ഫോട്ടോ എടുക്കാനും പറ്റില്ല. 1985 ഇത് ശരിക്കും ഇതിൻ്റെ ട്രഡീഷണൽ ഓണേഴ്സ് ആയിട്ടുള്ള അനങ്കു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ ഉള്ളുരു കട്ടാച്ചുത നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ആ ഒരു ഇതിലേക്ക് അവർ 99 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്തത്. ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ട്, ആലിസ് സ്പ്രിങ്സിൽ ഒരു എയർപോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തവരും അങ്ങനെയൊക്കെയാണ് ആൾക്കാർ വരുന്നത്. ഡാർവിനും അഡ്ലേഡിനും 1500 കിലോമീറ്റർ ബൈ റോഡ് സഞ്ചരിച്ചാലേ ഇവിടെ എത്തുള്ളൂ. മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള ഒരു സമയമാണ് ഇവിടെ ഏറ്റവും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയം. ആ സമയത്ത് ഒരു 20 to 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും വെതർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ നല്ല ചൂടായിരിക്കും. ഇപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഒരു വെറ്റ് സീസൺ ആയതുകൊണ്ട് ഒരു ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല, ആലോചിക്കുക ഒരു മല, ആ ഒരു മല കാണാൻ വേണ്ടി ലോകത്ത് പല രാജ്യങ്ങളിൽ നിന്നും പല നാട്ടിൽ നിന്നും ആൾക്കാർ ഇവിടേക്ക് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. ഞാനും വന്നിരിക്കുന്നത് അതിന് വേണ്ടിയല്ലേ. ഇത് അടുത്തേക്ക് വരുമ്പോൾ വേറെ ലെവലാട്ടോ. ഇതൊരു രക്ഷയില്ല. ഇത് നമ്മളെ ഇത് ഞാനിപ്പോൾ വൈകിട്ട് ഇപ്പോൾ മഴ പെയ്ത് കിടക്കുന്ന ഈ ഒരു സമയത്ത് വന്നിട്ട് പോലും ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഒന്ന് വേറെയാണ്. അപ്പോൾ ഇത് നല്ല സൺലൈറ്റ് ഉള്ള സമയത്ത് വരികയാണെങ്കിൽ ഇത് ഭയങ്കര രസമാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു വലിയൊരു പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ നിർത്തിയിട്ട് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനും മറ്റൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. അങ്ങനെ നമ്മൾ ചാടിയല്ല ഓടി അതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഓരോ സ്ഥലത്തും നോക്കുമ്പോഴും ഒരു പ്രത്യേക ഷേപ്പാട്ടോ. അതിൻ്റെ മേളിലൊരു തുള്ളി പച്ചപ്പില്ല. എന്നാൽ ഇവിടെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ പച്ചപ്പുമുണ്ട്. അത് മാത്രം ഒരു പ്രത്യേക രീതിയിൽ. ഈ ഭാഗത്ത് വേറൊരു മലയില്ല, ഒന്നുമില്ല. അത് മാത്രമാണ് ആകെയുള്ളൊരു മല. ശരിക്കും ഒരു പ്രകൃതിയുടെ ഒരു വലിയൊരു ലീലാവിലാസമാണ് ഇതൊക്കെ എന്ന് വേണം പറയാം. ഇങ്ങനെ നമ്മൾ ഇതിനടുത്തെത്തി കഴിച്ചു നോക്കി, ലിറ്ററലി ഇതിനടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ റോഡ്. നോക്കി, ഇതൊരു രക്ഷയില്ലാത്ത സ്ഥലം. നോക്കുക, ഞങ്ങളിപ്പോൾ ആ മലയുടെ അടുത്തെത്തി. നോക്കി, എൻ്റെ ദൈവമേ. എന്തായാലും ഞാൻ ഇവിടെ വരെ വരാൻ തീരുമാനിച്ചത്, ഇത് കാണാൻ തീരുമാനിച്ചത് ഭയങ്കര ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും മഴ പെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ മേളിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങുന്നതൊക്കെ നമുക്ക് കാണാം. ഒരു തുള്ളി ഇലയോ പുല്ലോ വച്ചപ്പോ ഒന്നും ഇല്ലാത്ത ഒരു പ്രത്യേക സംഭവമാണ് ഇത്. ഇവിടുത്തെ ഭയങ്കര സംഭവമാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഇന്റർനെറ്റ് നോക്കിയാൽ മതി, അയേഴ്സ് റോക്ക് എന്നൊക്കെ പറഞ്ഞ് നോക്കിയാൽ കാണാം. പക്ഷെ നമ്മൾ ഇതിന്റെ അടുത്ത് വന്നപ്പോഴത്തേക്കിനും ഇത് ഭയങ്കര ചെറുതായ പോലെ തോന്നുന്നു. സാധാരണ മലയുടെ ഒക്കെ അടുത്ത് വരുമ്പോൾ ഇത് വലുതാവുന്ന പോലെ തോന്നുന്നു. പക്ഷെ ഇത് അടുത്ത് വന്നപ്പോഴത്തേക്കിനും ഇത് ഭയങ്കര ചെറുതായിട്ടുള്ള പോലെ തോന്നുന്നു. ഇവിടെ അടുത്ത് വന്ന് നമുക്ക് അവിടെ നിർത്താമല്ലേ, നമുക്ക് പോയി തൊടാമല്ലേ. ഞാൻ ഷൂസ് ഇടാതെ ഇറങ്ങിയ തീരുമാനം വളരെ നല്ലതായിരുന്നു, വളരെ മികച്ചതായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ള ഷൂ ഒക്കെ ബ്രൗൺ ആയല്ലേ. എന്റെ മണ്ണ് കയറിയ കഴുകാമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. വെള്ളമൊക്കെ ചാടി നമ്മൾ അപ്പുറത്ത് പോയിട്ട് ഇവിടെ ചാടിപ്പോയി. ചാടി ഷൂ നനച്ചു. എന്തിനാണ് മക്കളെ ചാടുന്നത് കേട്ടോ. ഞാൻ അന്തസ്സായിട്ട് വെള്ളത്തിൽ കൂടെ ചവിട്ടി നടന്ന് കയറി വരും. ഒരു പ്രത്യേക ഭൂപ്രകൃതിയും അതേപോലെ തന്നെ ഒരു പ്രത്യേക. എടാ, എന്റെ ഫോൺ വണ്ടി പൂട്ടിയല്ലോ അല്ലേ? എന്റെ ഫോൺ വണ്ടിക്കകത്തിരിക്കുന്നു. വേണ്ട, ചെളിക്കകത്തൂടെ നടന്നോ. ഞാൻ അന്നേരം പറഞ്ഞതല്ലേ ഷൂ മാറും. നിങ്ങൾ ചെരുപ്പ് കൊണ്ടതല്ലേ. എന്നിട്ട് ഈ മഴ പെയ്തിട്ട് ഷൂ ഇട്ടിട്ട് ഇറങ്ങി ഇവിടെ ചെളിയാണ്. അതാണ് പ്രശ്നം. കാരണം ഈ ബ്രൗണിഷ് ഇതും കൂടി ആയതുകൊണ്ടേ നമ്മുടെ ഷൂ ഒക്കെ ജിജിയാവും. ഉള്ളൊരു വാക്കിംഗ് ട്രാക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇതിന് ചുറ്റിനും വാക്കിംഗ് ട്രാക്ക് ഒക്കെ ഉണ്ട്.
അത് പല രീതിയിലുള്ള 10 കിലോമീറ്ററിൻ്റെ ഉണ്ട്, 4 കിലോമീറ്ററിൻ്റെ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഈച്ച ശല്യം ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ ഫേസിൽ ഇടാൻ വേണ്ടി ഒരു കവറൊക്കെ കിട്ടും, അതൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നാൽ ഈ ഒരു മലയാണോ ദൈവമേ നമ്മൾ അവിടെ ദൂരെന്ന് കണ്ടത്? അടുത്ത് വരുമ്പോഴത്തേക്കിനും നോക്കി എന്താന്നുള്ളത് വെള്ളം ഒഴികല്ലല്ലോ ഇങ്ങനെ തുളയൊക്കെ വരുള്ളൂ. ഈ പാറയ്ക്കൊക്കെ എങ്ങനെയായിരിക്കും തുള വന്നെന്ന് നോക്കി. ഇതുകൊണ്ട് അവിടെയൊക്കെ കണ്ടോ, അതൊക്കെ കണ്ടോ നോക്കി എന്നൊക്കെ പരിപാടിയാന്ന്. ഞാനും തൊട്ടു വേഷ് ഇവരുടെ മലയിൽ. ഇതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞോണ്ടല്ലോ, എനിക്കിവിടെ വന്നപ്പോഴത്തേക്കിനും സംതിങ് ശരിക്കും ഒരു ഡിവൈൻ ഫീല്, എന്തൊക്കെയോ പോലെ ഒരു സംഭവം. അല്ലെങ്കിൽ വല്ലാത്തൊരു പോസിറ്റിവിറ്റിയും ഭയങ്കര ഒരു വൈബ്. ഇറ്റ്സ് റിയലി നൈസ്. ഇതിനകത്ത് കേവ് പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടില്ല നോക്കി. ഈ കാണുന്ന ഇത് പന്നി, ഇത് എലിയല്ലേ? എലി കുഴിച്ചാന്നൊക്കെയാണ് ഇവരുടെ ഈ അബോറിജിനൽസിന്റെ വിശ്വാസം. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ. ഇത് കൊള്ളാട്ടോ പരിപാടി, നല്ല അടിപൊളി ഒരു വാക്ക്. ഞങ്ങൾ നടക്കാൻ വരും മിക്കപ്പോഴും. ലൈക്ക് മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ ജോഗിങ് ഒക്കെ ബെസ്റ്റ് സ്ഥലം. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ ഏതാ? ലൈക്ക് ഇൻ ദ സെൻസ് കാണാനാണോ? സൺറൈസ് സ്പോട്ട് അടിപൊളി. അവിടെ നല്ല നല്ല വുഡൻ കൊണ്ട് കാർവ് ചെയ്ത ചെയർ ഒക്കെ ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ പ്രതീക്ഷിച്ചത് എന്താണെന്നറിയോ, നമ്മുടെ റൂമിന്റെ ബാൽക്കണിയിൽ ഇറങ്ങി കസേര ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഈ മല കണ്ടോണ്ടിരിക്കാന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. നമ്മളവിടെ വ്യൂ പോയിന്റുകളുണ്ട്, ബട്ട് സ്റ്റിൽ റൂം ഇരുന്ന് കാണാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു അങ്ങനത്തെ റൂം ഉണ്ട് തോന്നുന്നു. എനിക്ക് മറ്റേ ലോഞ്ചിറ്റ്യൂഡ് 131 എന്ന് പറയുന്ന ഒരു ഹോട്ടലിലുണ്ട് അത്. യെസ്, പെർ നൈറ്റ്. അത് മിനിമം 3 നൈറ്റ് സ്റ്റേ വേണം. പിന്നെ ഡ്രോൺ ഷോ ഇല്ലേ? ഉണ്ട്. യെസ്, എത്ര ഡ്രോൺ? 500? അത് 1100 1100 ഡ്രോൺ വെച്ചിട്ട് രാത്രി ഷോ ഉണ്ട്. ഇവിടുത്തെ ആനിമൽസിനെ കാണിക്കും. അങ്ങനത്തെ ഇവരുടെ ഒരു സ്റ്റോറി അവര് എല്ലാ ദിവസവും ഉണ്ട്. ബട്ട് റെയിനി ഡേയ്സിൽ അവർ അത് ക്യാൻസൽ ചെയ്യും. ഇന്ന് ക്യാൻസൽ ചെയ്തു പോയി, അല്ലെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. ഇവ നോക്കിക്കഴിഞ്ഞാൽ തിര ഇങ്ങനെ അടിച്ച് ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണുമ്പോൾ തോന്നത്തില്ലേ? കണ്ടില്ലേ? മഴ പെയ്തുകൊണ്ട് അതിൻ്റെ മേളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഇവിടെ താഴേക്കുണ്ട്. പക്ഷെ നമ്മൾ ഈ പല മലകളും നമ്മൾ ഈ കേരളത്തിലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. ഇതൊരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ഓസ്ട്രേലിയ ജീവിക്കുന്നതിന് മലയാളിയാണ്, ഉറപ്പായിട്ട് നിങ്ങൾ ഇതിൽ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് കാണണം. ഇത് കണ്ടില്ലേ? ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് ഈ അബോറിജിനൽസ് ആയിട്ടുള്ള ആൾക്കാർ വരച്ച് വെച്ച കുറച്ച് സംഭവങ്ങൾ, അവരുടെ ടീച്ചിങ് കേവ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണത്. അതായത് അവർ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലം അല്ലേ? അങ്ങനെയാണോ? അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ്. അവരുടെ കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. കണ്ടോ നോക്കി. ഇപ്പോൾ ഇതൊരു നേച്ചർ ഉണ്ടാക്കിയൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ വേറെ വെറൈറ്റി ഒരു സാധനമുണ്ട്, അജന്ത എല്ലോറ കേവ്സ്. അത് വേറെ ലെവൽ, വേറെ സംഭവം. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിരുന്നു. വി ഹാഡ് അമേസിങ് വാക്ക്. നല്ലൊരു വാക്ക്. ഇവിടെ ഇങ്ങനൊന്നും അല്ല, ചൂടാണ്, ചൂടുള്ള സ്ഥലമാണ്, അല്ലെ തണുപ്പ് വരുന്ന സ്ഥലമാണ്. ഇതെന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് മഴയും ഇങ്ങനത്തെ ഒരു വെതറും കൂടെ കിട്ടിയതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയത്. ഇറ്റ് വാസ് നൈസ്. എന്തായാലും നമ്മളിപ്പോൾ പോകണമെങ്കിൽ ഞങ്ങൾ നാളെ വരും. നാളെ ഞങ്ങൾ വീണ്ടും കാണാൻ വരും. രാവിലെ പകൽ വെളിച്ചത്തിൽ, നല്ല സൂര്യൻ്റെ വെളിച്ചത്തിൽ, ഇഫ് റെയിൻ ഈസ് നോട്ട് ദെയർ. ഗൈസ്, ഞങ്ങളിവിടെ പൂളിലായിരുന്നു. ഗൈസ്, ഞങ്ങളിവിടെ ഇത്ര നേരം പൂളിലായിരുന്നു. പൂളിൽ നിന്ന് എല്ലാ പരിപാടികളും കഴിഞ്ഞ് തിരിച്ച് കയറി. സോറി, വീഡിയോ എടുക്കാൻ മറന്നുപോയി. വിശക്കുന്നു. ഇനിയിപ്പം വീട്ടിൽ പോയി ചിക്കൻ കറി ഉണ്ടാക്കണ്ടേ? ഇന്ന് എൻ്റെ ചിക്കൻ കറി. ഇന്ന് എൻ്റെ ചിക്കൻ കറിയാണ്. ഇന്ന് ഞാനാണ് ചിക്കൻ കറി ഉണ്ടാക്കി എല്ലാവർക്കും. വിത്ത് ചപ്പാത്തി ഉണ്ടാക്കണ്ട, അത് വാങ്ങിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പം നമ്മളിങ്ങനെ ആലിസ് സ്പ്രിങ്സിൽ നിന്ന് ഐസ് റോക്ക് വന്ന് അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ ഒരു പയ്യനുണ്ട്, അഡ്ലൈഡിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. അവനുടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡാണ്. അവൻ്റെ റൂമിൽ വന്ന് നമ്മുടെ സ്വന്തം ബ്രോ സുജിത് ബ്രോ, അതെ നമ്മുടെ സ്വന്തം അടുക്കളയും നല്ലൊരു സെറ്റപ്പ് കിട്ടിയത് എന്നാ പറ്റി ചിക്കൻ കറി ഉണ്ടാക്കാം എന്ന് എഴുതി കുറച്ച് ദിവസമായി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട്. അതിന്റെയൊക്കെ വിചാരിക്കും വീട്ടിലെന്ത് കുക്കിംഗ് ആണ്. വെറുതെ എന്റെ വീട്ടിൽ ഞാൻ അടുക്കള കയറുന്നില്ല. പൊട്ടാറ്റോസ്, പിന്നെ പൊറോട്ട അല്ലേ, ചപ്പാത്തിയാ? ഞാൻ വേറെ പലപ്പോഴും ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് കേട്ടോ. നിങ്ങളുടെ കത്തി പിടിക്കുന്ന രീതിയും ഉള്ളി കണ്ടിക്കുന്ന രീതിയും കാണുമ്പോൾ അറിയാം നിങ്ങൾ നല്ല ശീലമുള്ള ടീമാണ്. അത് ഞാൻ പറയുന്നത് അടുത്തിട്ട ഓരോന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, തീരുന്ന കുറച്ച് അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ചിക്കൻ ആൻഡ് വെജിറ്റബിൾ കറി. ഭാര്യ ചോദിച്ചത് വെജിറ്റബിൾ കറിയാണോ ചിക്കൻ കറിയാണോ? എല്ലാം ഉണ്ട്, ഇതൊക്കെയും ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഞാനല്ലേ ഉണ്ടാക്കിയത്. ഗുഡ് മോർണിംഗ് ഗൈസ്. നെക്സ്റ്റ് ഡേ രാവിലെ നമ്മുടെ ഹോട്ടലിൻ്റെ ബാക്കിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിൽ വന്ന് നമ്മൾ ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു ഐസ് റോക്കിൻ്റെ വ്യൂ കാണുകയാണ്. ഇവിടെ നിന്ന് കൂട്ടിനിവിടെ 2 കൊക്കാട്ടുമാരിയ്ക്കുന്നുണ്ടോ നോക്കി.
എന്തായാലും നമ്മുടെ നാട്ടിൽ പ്രാവും കാക്കയൊക്കെ കാണുന്ന പോലെയാണ് ഇവിടെ ഇതും കൊക്കാറ്റും ബാക്കിയുള്ള പല പല സംഭവങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെ പല കളറിലുള്ള പല ടൈപ്പ് പല വേരിയൻസിലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. രാവിലെ സൺറൈസ് കാണാൻ പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ എണീക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് സൺറൈസ് ഞാൻ കുറേ നാളുകളായിട്ട് കാണാത്തത് കൊണ്ടും നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് മുകളിൽ ഉദിച്ച് നിൽക്കുന്ന ക്ലൗഡിന് പിന്നിൽ ഒളിച്ച് നിൽക്കുന്ന സൂര്യനെ കണ്ടു. ഇവിടെ ഈ കാണുന്നതൊക്കെ ബേസിക്കലി സാൻഡ് ഡ്യൂൺസ് ആണ്. അപ്പോൾ ഈ സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ മേളിൽ ഇങ്ങനെ പുല്ലൊക്കെ കളിച്ച് നിൽക്കുന്നതേ ഉള്ളൂ. ബേസിക്കലി ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു ധാരാളം മിനറൽസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് മണ്ണാണ് ഇവിടെ കാണുന്നത്. അതാണ് ഈ ഒരു ബ്രൗണിഷ് കളറിൽ. ഇവിടെ ഭയങ്കര രസമാണ്, ഭയങ്കര ഭംഗിയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, ഹൗ ആർ യു? ഇയാളെ പരിചയപ്പെട്ടില്ലായിരുന്നു അല്ലേ? നിങ്ങളെ കൊളീഗ് അല്ലേ? തേരണ റോബിനും ചങ്ങനാശ്ശേരിക്കാരനാണ്. ഇവർ രണ്ടുപേരാണ് ഇവിടെ ജോലി ചെയ്യുന്ന മലയാളികൾ. ഇവിടെ വേറെ മലയാളികളുണ്ടോ? ഒരു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു, പുള്ളി പോയി. ഓക്കെ, ആ പുറകെ കാണുന്നതാണ് ഞങ്ങളുടെ ഹോട്ടൽ. അവിടെയാണ് നമ്മൾ താമസിച്ചത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇവിടുത്തെ ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയ. അതായത് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ ഹോട്ടലുകളും ഹോട്ടലിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ആ കാണുന്ന അങ്ങ് ദൂരെ കാണുന്ന കത്താചുത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അതും കൂടെ നമുക്ക് പോയി കാണാം. അങ്ങ് ദൂരെ കാണാം, അതൊരു വെറൈറ്റി സ്ഥലമാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു മലയുടെ അടുത്തേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് കത്താചുത്ത ഭാഗത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ രാവിലെ ഇന്ന് ഫുള്ള് ഈച്ചയാണ്, മഴയില്ലാത്തത് കൊണ്ട്. ഈച്ചയടിച്ച് ചില്ല് മൊത്തം ചീത്തയാവുന്ന ലക്ഷണമുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റിൽ നിർത്തിയാണ്. അപ്പോൾ ഇവിടെ ഒരു സാധനം കണ്ടോ? അതായത് മൊബൈൽ ഫോൺ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് നമുക്കിവിടെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് ഇല്ല. അപ്പോൾ നെറ്റ്വർക്ക് ഇല്ലാത്ത സമയത്ത് നമുക്ക് നെറ്റ്വർക്ക് കിട്ടുന്നതിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടുമെന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ശരിക്കും ഡിഷ് ആൻറ്റിന എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റും ഇതുപോലൊക്കെ തന്നെയല്ലേ? അപ്പം അങ്ങനത്തെ ആ ഒരു എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തോ സെറ്റപ്പിൽ റേഞ്ച് കിട്ടുമെന്നാവുന്നത്. കിട്ടിയോ? എക്കോ വരുന്നു. ഹലോ എൻ്റെ ഫോണിൽ ഇപ്പോൾ നെറ്റ്വർക്ക് ഇല്ല. സമയം ഇപ്പം നെറ്റ്വർക്ക് ഇല്ല കേട്ടോ. അവിടെ 4G വന്നു, 5G വന്നു, 4G 5G ഒക്കെ വന്ന്. അത് കൊള്ളാം കേട്ടോ സംഭവം, നൈസ്. ഇവിടെ ആ കത്താചുത്തയുടെ ഒരു വ്യൂ പോയിന്റിൽ പോകാൻ വേണ്ടി നിങ്ങൾ വണ്ടി നിർത്തിയാണ്. അപ്പോൾ ഇവിടെ ഈ സാധനം വേണം, ഇതുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഈച്ച ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഈച്ച വന്ന് നമുക്ക് മുഖത്തടിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു നെറ്റ് ഇട്ടാൽ മാത്രമേ ശരിയാവുള്ളൂ. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാനായിട്ട് നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ. ഇവിടെ ഒരു എമർജൻസി റേഡിയോ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ആ സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്തോ ഒരു റേഡിയോ കണക്ടിവിറ്റിയിൽ ആരുമായിട്ടോ ബന്ധപ്പെട്ടിട്ട് പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നോക്കി കണ്ടൊക്കെ നടക്കണം. അതാണ് സംഭവം. നെറ്റ്വർക്ക് ഇല്ലല്ലോ, റിമോട്ട് ഏരിയ അല്ലേ. സോ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പല സ്ഥലത്തും ഇൻ്റർനെറ്റ് ഒന്നും ഇല്ല. അങ്ങനെ നടന്ന് അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആ ഒരു കത്താചുത്തയുടെ കിട്ടും. അപ്പോൾ ഈ കാണുന്നതാണ് കത്താചുത്ത മൗണ്ടൻസ് എന്ന് പറയുന്നത്. ശരിക്കും ഇത് ഇവരുടെ എക്സ്ട്രീംലി സേക്രഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അനങ്കു എന്ന് പറയുന്ന ഒരു ട്രൈബ്സ് ആയിട്ടുള്ള അബോറിജിനൽസിൻ്റെ സ്ഥലമാണ് ഈ ഒരു കത്താചുത്തയും അതേപോലെ തന്നെ ഐഎസ് റോക്കും ഒക്കെ. അപ്പോൾ ഇവിടെ അവരുടെ ഒരു എക്സ്ട്രീംലി സീക്രഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ അതിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കിനും നമുക്ക് കുറേയധികം ഫോട്ടോഗ്രാഫിക് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളൊക്കെ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ ഈ അബോറിജിനൽസിൻ്റെ ഇടയിലുള്ള ആണുങ്ങൾക്ക് ഈ ഭാഗത്തേക്കും വരാൻ പാടില്ല എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ പല പല സംഭവങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ നമുക്കൊരു ഡെസേർട്ട് ഓക്ക് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ട്രീ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ധാരാളം പൊതുവെ റെയിൻഫോൾ പൊതുവെ കുറവുള്ള ഒരു ഏരിയ ആണ് ഇത്. വളരെ കുറച്ചേ ഇവിടെ മഴ പെയ്യുള്ളൂ. പക്ഷെ എന്നാലും നമുക്കിവിടെ ഈ ഒരു പച്ചപ്പും ഇങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ആക്ച്വലി സെൻട്രൽ ഡെസേർട്ട് ഏരിയ ആണ് ഇതെല്ലാം. ഇവിടെ എല്ലാം ഒരു മണ്ണ് കണ്ടില്ലേ? നമ്മൾ ഡെസേർട്ടിലെ മണ്ണ് നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ മറ്റേ ഗോൾഡൻ കളറല്ലേ, പക്ഷേ ഇത് ഗോൾഡൻ ഡെസേർട്ട് അല്ല, ഇത് ബ്രൗൺ കളറിലെ മണ്ണുള്ള ഡെസേർട്ടാണ്, റിച്ച് ഇൻ മിനറൽസ്. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് ആ മലയുടെ അടുത്തെത്തിയപ്പോഴത്തേക്കിനും അതാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെയൊക്കെ നാഷണൽ പാർക്ക് ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഇവിടെ ഒന്നും നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ പരിപാടിയില്ല. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ വിളിക്കാനായിട്ട് ഇതുപോലത്തെ സിസ്റ്റം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇത് ഹൈലക്സ് ആണ്. ഹൈലക്സ് മോഡിഫൈ ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊരു സെറ്റപ്പ് ആക്കിയിരിക്കുന്നുണ്ട്. ഒരു ക്യാമറാണിത്. ഇതും നമുക്കിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ ഒരു കടലിനടിയിൽ ഉണ്ടായിരുന്നൊരു മല പോലെയൊക്കെ, അല്ലെങ്കിൽ കടലൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ആ ഒരു മലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര നീറ്റാണ്, ഭയങ്കര ക്ലീനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അത് റോ ആയിട്ട് അസിറ്റീസ് അതേപോലെ വെച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഇത് കസേരയ്ക്ക് പ്രത്യേകത? വാട്ട് ഈസ് ഇറ്റ്?
ഇവിടെ ഇതാണ് സംഭവം. വാൽപ്പ ഗോർജ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഈ രണ്ട് മലയുടെ ഇടയ്ക്കുള്ള ഒരു വാട്ടർ സോഴ്സ് ആണ്. അപ്പോൾ അവിടെ വരെ പോയിട്ട് വരണമെങ്കിൽ 2.5 കിലോമീറ്റർ പോയിട്ട് വരാനുള്ള ദൂരമുണ്ട്. പിന്നെ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രക്ക് ഇവിടെ ഉണ്ട്. 4 കിലോമീറ്റർ 7 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ പല ടൈപ്പ് ട്രക്കൊക്കെ ഇവിടെ ഉണ്ട്. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതായത് ആ സ്കൈയുടെ കളറും പിന്നെ ആ ഒരു ബ്രൗൺ കളറിലെ ആ ഒരു ഇതുമൊക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ലൊരു അടിപൊളി വൈബാണ് ഇവിടെ. ഇവരുടെ ഈ ഒരു ഇതിനെപ്പറ്റിയുള്ള ഹിസ്റ്ററി ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഞാൻ ഇവിടെ വായിച്ച് പറയാൻ സാധിച്ചത് അനങ്ക് വിഭാഗത്തിൽപ്പെട്ട ആണുങ്ങളുടെ ഒരു സീക്രട്ട് പ്ലേസ് ആണ്. ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇവിടെ വെള്ളം എടുക്കാൻ വേണ്ടി വരുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു വാട്ടർ സോഴ്സ് ഉണ്ട്, അവിടെ എന്തോ ഒരു ഗോർജ് ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ പല സ്ഥലത്ത് നമുക്ക് ഡ്രോൺ പറത്താനായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം ഇവിടുത്തെ നാഷണൽ പാർക്കിൽ അത് പ്രോഹിബിറ്റഡ് ആണ്. ഞങ്ങളങ്ങനെ നടന്ന് ഇവിടെ ഇതിൻ്റെ മലയുടെ അടിയിലെത്തി. അടിയെന്ന് വെച്ചാൽ ഗോർജിൻ്റെ അങ്ങോട്ടൊന്നും പോയില്ല, ഇവിടെ വരെ വന്നു. ഗോർജിൻ്റെ അവിടെ വരെ പോകാനായിട്ട് നമുക്കിപ്പോൾ നടക്കാനുള്ള മൂഡ് നമുക്കില്ലല്ലോ. ഇവിടെ എല്ലാം ഇങ്ങനത്തെ പാറക്കഷ്ണങ്ങളാണ്. പാറക്കഷ്ണങ്ങളല്ല, പാറയാണ് ബേസിക്കലി. ഇവരൊക്കെ രാവിലെ വണ്ടി എടുത്തുകൊണ്ട് വരും, എന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യും. പിന്നെ പറഞ്ഞ പോലെ ഒരു 8 കിലോമീറ്റർ 10 കിലോമീറ്ററൊക്കെ ഇവരിങ്ങനെ നടക്കാൻ പോകും. ഇതൊക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ വേർപ്പും വെയിലും ഒക്കെ അലർജി ആയതുകൊണ്ട് നമ്മൾ പിന്നെ ആ പരിപാടിക്കൊന്നും പോകാറില്ലല്ലോ അല്ലേ. അങ്ങനത്തെ പരിപാടി നമുക്ക് ഇഷ്ടമല്ലല്ലോ അല്ലേ. അങ്ങനെ പോകുന്നതിന് മുമ്പ് വീണ്ടും ഒരു നോക്ക് കാണാൻ വേണ്ടി നമ്മൾ ഉരുളൂരിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ആ ഒരു മല ഒന്നും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ വന്നപ്പോഴത്തേക്കിനും നമുക്ക് മൊത്തം ക്ലൗഡി ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി കിട്ടിയില്ല. എന്നാൽ പിന്നെ അതൊന്നും കൂടെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതിപ്പം ഞങ്ങൾ അടുത്തെത്തി. ഞാൻ ദൂരെ പോയിട്ട് കാണിച്ചു തരാം. കാരണം ദൂരെ നിന്ന് കാണുമ്പോൾ അത് വീണ്ടും ഭംഗിയാണ്. മഴ പെയ്തിട്ട് വെള്ളം ഒഴുകുന്നുണ്ട് അതിൻ്റെ നടുക്കൂടെ. ഇങ്ങനെ ഭയങ്കര രസം കേട്ടോ. ഇതൊരു പ്രത്യേക ഭംഗിയാണിത്. ഇവർക്ക് ഓരോ ഭാഗത്തും ഓരോ ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ ഉണ്ട്. ചില രീതിയിൽ ഇവർ ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറേ സ്റ്റോറീസും പരിപാടികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ ഞങ്ങൾ വൈകിട്ട് വന്ന് നടക്കാൻ പോയ സ്ഥലമാണിത്. അപ്പോൾ ഇന്നലത്തേനെക്കാട്ടി വെള്ളം അതിൻ്റെ മേളിൽ നിന്ന് ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മേ ബി ഇന്നലെ രാത്രി മഴയൊക്കെ പെയ്തായിരുന്നുണ്ടായിരിക്കണം. നമുക്ക് ഇതിൻ്റെ ആക്ച്വലി ചുറ്റിനും ഒരു റൗണ്ട് എടുത്തിട്ട് വരാനുള്ള റോഡുണ്ട്. പക്ഷേ നമ്മൾ പോയിട്ട് അതേപോലെ തിരിച്ചു വരണം. നമുക്കൊരു കംപ്ലീറ്റ് സർക്കിൾ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ അതിൻ്റെ മറ്റൊരു സൈഡിലേക്ക് വന്നപ്പോഴത്തേക്കിനും ആ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശം വാരിയെല്ലാം ഇരിക്കുന്ന പോലെ ഇല്ലേ ആ ഭാഗം. നടുക്ക് ലങ്സിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അതിനിപ്പുറത്തൊരു കിഡ്നി പോലത്തെ ഒരു സാധനം ഇരിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിന് ഈ മലയിലുള്ള ഓരോ സംഭവങ്ങളും നമുക്ക് പല രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് എടുക്കാം. അതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഞാൻ ഈ ലോകത്തിൻ്റെ ഇത്ര രാജ്യങ്ങൾ സന്ദർശിച്ച് പല മലകളും കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മല ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ദിസ് ഈസ് സംതിങ് യുണീക്ക്. അത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടാൽ മാത്രമേ അതൊക്കെ ശരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ. ഇന്നലെ ഭയങ്കര മഴയായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു വിഷ്വൽസ് കിട്ടിയില്ല. പക്ഷേ എങ്ങോട്ട് വരാൻ നേരം അതിൻ്റെ വിഷ്വൽസ് കിട്ടി. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. അതായത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരാനുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഡാർവിനിൽ വന്നിട്ട് പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയച്ചു. ഓസ്ട്രേലിയയിലുള്ള പല ആൾക്കാർ ഉള്ളൂർ മിസ് ചെയ്യരുത്, ഉള്ളൂർ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്താ പിന്നെ കണ്ടേക്കാം എന്നിരുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ചത്. ബട്ട് ദാറ്റ് വാസ് എ വെരി എന്താ പറയുക ഒരു വൈസ് ഡിസിഷൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഈ ഒരു മല ഈസ് സംതിങ് ഡിഫറെൻറ്റ്. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ നാട്ടിൽ ഇത് നല്ല മലകളില്ലേ, നമ്മുടെ അടിമാലി കാണുന്ന മല ശരിക്കും ഇതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മലയാണ്. പക്ഷെ അങ്ങനെയല്ല. ഇത് ഇവിടുത്തെ ഒരു ഐക്കോണിക് ഒരു സംഭവമാണ്. ഈ ഒരു സാധനം ഇവിടെ മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു മോണോലിത്തിക് ഒരു മല എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതിവിടെ വന്നത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അതും ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഇവിടെ ഉണ്ട് ഇതുപോലത്തെ ഒരു ഷെഡ്. നമുക്ക് ഉള്ളൊരു വോക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു കുളം ഉണ്ടെന്ന് പറയുന്നത്. എന്തോ കുളം അവിടെ? ഇവിടുത്തെ പിള്ളേർ കുളിക്കുന്ന കുളം. നമുക്ക് കുളിക്കാൻ പറ്റുമോ? നമുക്ക് ഇറങ്ങാൻ പാടില്ല. നമ്മൾ ഇറങ്ങാൻ പാടില്ല, അവരിറങ്ങാം അല്ലേ? ഇവിടെ പണ്ട് മലയുടെ മേലെ കയറുന്ന അത് നിർത്താനും കൂടെ ഒരു കാരണം ആ കുളത്തിലേക്ക് ഈ വേസ്റ്റ് മഴ പെയ്യുമ്പോ വേസ്റ്റ് വന്ന് വീഴും. അപ്പൊ ഇവിടുത്തെ ആൾക്കാർ കംപ്ലൈന്റ് ചെയ്തു. പല റീസണുകളുണ്ട്. ഇവിടെ ഇങ്ങനെ ബസ് ടൂറുകളുണ്ട്. അതായത് ഇവിടെ വിമാനത്തിൽ വന്ന് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഈ ബസ് ടൂർ എടുക്കാം. അങ്ങനെയല്ല പരിപാടി. ബസ് ടൂർ ബുക്ക് ചെയ്യാം. കാരണം വിമാനത്തിൽ വരുന്നവർക്ക് വണ്ടി ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് റെൻ്റ് കാർ അവൈലബിൾ ആയിട്ട് കിട്ടും വിമാനത്തിൽ വരുന്ന ആളുകൾക്ക്. മെൽബണിലൊക്കെ ജെറ്റ് സ്റ്റാർ ഫ്ലൈ ചെയ്യുന്നുണ്ട്. വളരെ ചീപ്പായിട്ട് വരാൻ പറ്റും നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ എക്സ്ട്രീം സമ്മർ വരുന്ന സ്ഥലമാണ്, നല്ല ചൂട് വരുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ വിൻ്ററിൻ്റെ സമയത്ത് ഒരു 0 വരെയൊക്കെ വരുന്നു എന്നല്ലേ, അത്ര -1 ആ റേഞ്ചിൽ അത്രയൊക്കെ തണുപ്പ് വരുന്ന സ്ഥലം കൂടിയാണ്. ഞങ്ങൾ നടന്ന് അതിൻ്റെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു കുളമുണ്ട്. ആ കുളം കാണാൻ വേണ്ടിയാണ് വരുന്നത്. ഇതൊക്കെ ഇവരുടെ ഈ ഒരു സീക്രട്ട് സൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആയിട്ടുള്ള ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ വരുന്നവരാരും അങ്ങനെ അലമ്പാക്കാൻ പോകുന്നില്ലല്ലോ. ഭയങ്കര സംഭവമാണ്. അതായത്
എത്ര ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവിടെ ഓരോ സംഭവങ്ങളും ചെയ്തിരിക്കുന്നതെന്ന് അറിയാവോ? ഇവിടെ ആൺപിള്ളേരെ ഹണ്ട് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കും. ഈ ചെറിയ തൊളയെ കൂടെ പിള്ളേരെ പുറത്തോട്ട് നോക്കി കങ്കാരുവിനെ നോക്കി വീക്ഷിക്കും. എന്നോട് കങ്കാരു വരണ്ടേ? ആ കങ്കാരു ഇവിടെ ഉണ്ട്. ഇവിടെ ഹണ്ട് ചെയ്ത് ജീവിക്കുന്ന കങ്കാരുവിനല്ലേ. അപ്പൊ ഈ തൊളയെ കൂടെ പിള്ളേര് നോക്കി പഠിക്കും. അപ്പൊ അപ്പനും അമ്മയൊക്കെ ഇതിന്റെ ബാക്കിൽ നിന്ന് ഒളിച്ച്, അമ്മമാരില്ല, അമ്മമാര് ഹണ്ടിങ്ങിന് പോവില്ല, ആണുങ്ങൾ മാത്രമേ ഹണ്ടിങ് ചെയ്യുള്ളൂ. അപ്പൊ അവരിവിടെ ഇരുന്ന് ചെയ്ത് എങ്ങനെയാണ് ഹണ്ട് ചെയ്യുന്നതെന്ന് പിള്ളേരെ പഠിപ്പിക്കുന്ന സ്ഥലമാണത്. പക്ഷെ ഇപ്പോഴും അവരങ്ങനൊക്കെ ചെയ്യുന്നുണ്ടോ? അതറിയില്ല. പണ്ട് ചെയ്തോണ്ടിരുന്ന സ്ഥലം അല്ലേ? ഓ അത് ശരി. ഓക്കെ. ഇപ്പൊ എന്തായാലും അബോറിജിനൽസിന്, ഇതിന്റെ ഓണർമാരായിട്ടുള്ള അബോറിജിനൽ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾക്ക് മില്യൺസ് ഓഫ് പൈസ സർക്കാരിന്റെ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം അവര് പാട്ടത്തിന് അവരുടെ നിന്ന് പാട്ടത്തിനെടുത്തിട്ട്, സർക്കാർ പാട്ടത്തിനെടുത്തിട്ട് ആണ് ഈ പരിപാടിയെല്ലാം ഇവിടെ ടൂറിസം കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കല്ലും മുള്ളും വെള്ളം ചെളിയെല്ലാം താണ്ടി നമ്മൾ ആ കുളം കാണാൻ വേണ്ടി പോവാണ്. ഇത് കൊള്ളാം കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒലിവ് മരമൊക്കെ പോലെ തോന്നും. പക്ഷെ ഇത് ഒലിവ് മരമൊന്നുമല്ല, ഇത് ഇവിടുത്തെ കാട്ടുമരമാണ്. ഭയങ്കര രസമാണ് ആ ഒരു ഇതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്കിനും, ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും എന്ത് രസമല്ലേ? ഓ, ഇതൊക്കെ ഇവിടുത്തെ പിള്ളേരാ? അത് ശരി. ഓക്കെ. ഹായ് ഹായ് ഹായ്. ഓ, ഇതേ പിള്ളേർ. പക്ഷേ അവർ കുളി കഴിഞ്ഞ് കയറിപ്പോയി. ഇതൊക്കെ ഇവിടുത്തെ പിള്ളേരാ, നമ്മൾ കണ്ടു കേട്ടോ. ഇത് പിള്ളേരെല്ലാം കുളി കഴിഞ്ഞ് കയറി പോകുന്നു. ഹായ്. ഇത് ശരിക്കും ഈ മലയുടെ മേളിൽ നിന്ന് മഴ പെയ്യുമ്പോഴത്തേക്കിനും വരുന്ന വെള്ളമാണ് ആയിരിക്കണം. അതാണ് നമുക്കിവിടെ ഇങ്ങനെ ഒരു കുളം പോലെ കാണാൻ സാധിക്കുന്നത്. ഈ കുട്ടികളൊക്കെ ഇവിടുത്തെ കുട്ടികളാട്ടോ. അവരൊക്കെ അവിടെ കുളിക്കാൻ പോവാണ്. ദൂരെ നിന്ന് വരുന്നതായിരിക്കും, ഇവർ താമസിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ വരുന്നതായിരിക്കും. ഇവർ സംസാരിക്കുന്ന ഭാഷയും വേറെ ഭാഷയാണ്, ഇംഗ്ലീഷ് അല്ല. Is this men? That one. That is men. And this one? Kids? 7 sisters. Okay. വിൽക്കാൻ വെച്ചിരിക്കല്ലേ? How we can understand is that men and is that sister? The story behind this? Did you write anything behind that? The men been chasing to get married with the last baby sister. Okay. And big sister don't like to get married. Okay. They run away from that man. And men been chasing to get married with all of Okay. Oh, that's the story of this, right? Okay, okay. അവര് വരച്ചാണോ അവർ എവിടെയെങ്കിലും കൊണ്ടുവന്നാണത്തില്ല. അവർ ഇവിടെ രണ്ട് മൂന്ന് ചിത്രങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവരുടെ ഓരോ ചിത്രങ്ങൾക്ക് ഓരോ കഥകളുണ്ടാവും. ആ കഥകളാണ് ആ പുള്ളിക്കാർ അവിടെ നിന്ന് പറഞ്ഞത്. ഇതേ ഒരു വണ്ടിയിൽ കുറച്ച് പിള്ളേർ വീണ്ടും വന്നിട്ടുണ്ട് കുളിക്കാൻ പോകാനായിട്ട്. ഇവര് എനിക്ക് തോന്നുന്നു വെള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവരെല്ലാം കൂടെ കുളിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഫാമിലി ആയിട്ട് കുളിക്കാൻ പോകട്ടോ എല്ലാവരും കൂടി. ഈ സാധനം കാണാം, സ്റ്റില്ല് ഫുള്ള് ഇതായി. ഇതിനകത്ത് വണ്ടിക്കകത്ത് വെള്ളവും തീർന്നു. നമുക്ക് വെള്ളം നിറയ്ക്കണം, ഇന്ധനം നിറയ്ക്കണം, പിന്നെ തിരിച്ചു പോകണം. ഇനിയിപ്പോ 500 കിലോമീറ്റർ തിരിച്ച് വണ്ടി ഓടിക്കണം. അത്ര 500 കിലോമീറ്റർ അല്ലേ? ഇവിടെ 50, പിന്നെ അവിടെ നിന്ന് 450 500 കിലോമീറ്റർ തിരിച്ചിന് വണ്ടി ഓടിച്ച് പോണം ഗൈസ്. പോകുന്ന വഴിക്ക് വെള്ളപ്പൊക്കം ഉണ്ടോ ഇന്നലത്തെ ബാക്കി എന്താവുന്നൊന്നും അറിയത്തില്ല. അത് പോകുന്ന വഴിക്ക് നോക്കും. ഭയങ്കര സണ്ണി ഡേ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ലക്കായി പോയി. ഇന്ന് ഇങ്ങനെ നിർത്തി ഇങ്ങനെ കാണാൻ നമുക്ക്. ഇങ്ങനെ ഉള്ളൂരിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ആലിസ് സ്പ്രിങ്സിലേക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇത് തോർത്തൊക്കെ തോളത്തിട്ട് നിൽക്കുന്നത്. സ്പെഷ്യൽ താങ്ക്സ് ടു ബോത്ത് ഓഫ് യു ഗൈസ്. നൈസ് ടു മീറ്റ് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, തകർക്ക് എൻജോയ്. യെസ്, പോവല്ലേ? നിങ്ങൾ നടക്കുന്ന നാട്ടുകാരായല്ലേ? ഇവർക്കൊരു കുപ്പി വാങ്ങണേ പോലെ അവിടെ പോണം അല്ലേ? അതാണ് അവസ്ഥ. അപ്പൊ ശരി, ബൈ. ഞങ്ങളിപ്പോ തിരിച്ച് ആലിസ് സ്പ്രിങ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലും മഴയൊക്കെ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥ. ഞങ്ങളിങ്ങനെ ഇവിടെ നിന്ന് 500 കിലോമീറ്റർ ഇനി നമ്മൾ വന്ന അതേ വഴി നമ്മൾ തിരിച്ചു പോകണം. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കുക, അല്ലാണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല. സോ ഗൈസ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നു. പോയ സമയത്തുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിപ്പോയെന്ന് തോന്നുന്നു, ഒന്നും കണ്ടില്ല. അവിടെ നിന്ന് ഇവിടെ വരെ 500 കിലോമീറ്റർ നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്തു. നമ്മൾ തിരിച്ചിപ്പോ ആലിസ് സ്പ്രിങ്സിലെത്തി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളിയായിരുന്നു.